വിളക്കുകൾ ഒരുപാടുണ്ട്, പക്ഷേ വെളിച്ചം ഒന്നേ ഉള്ളൂ. ധാരാളം വിളക്കുകളുണ്ട്. എല്ലാത്തിൻ്റെയും അസ്തിത്വ വെളിച്ചം അത് പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശപ്രളയമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയാണ്. അള്ളാഹുവിൻ്റെ റസൂലുമായി ബന്ധപ്പെട്ട എല്ലാം അത്ഭുതവുമാണ്, പ്രകാശവുമാണ്. എല്ലാം ഇന്നത് എന്നുള്ളതില്ല. ജനിച്ചത് മക്ക, അത്ഭുതമല്ലേ? ഉമ്മുൽ ഖുറല്ലേ? ഇപ്പം കിടക്കുന്നത് മദീന. മദീന എന്നുള്ള ലഫ്ള് വന്നു തന്നെ ദീനി എന്ന വാക്കിൽ നിന്നാണ്. പ്രധാനപ്പെട്ട യാത്ര പോയത് ബൈത്തുൽ മഖ്ദിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും വലിയ കാലഘട്ടം. അവിടുന്ന് ജീവിച്ച സമാന് വൽ അസ്ർ, മുത്തുനബിയുടെ കാലഘട്ടം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന അബൂജഹൽ ലഫി ഹുസ്ർ, പരാജയത്തിലാണ്. ഇല്ലല്ലദീന ആമനു അബൂബക്കർ സിദ്ദീഖ് ഒഴിച്ച്, വഅമിലു സ്വാലിഹാത്ത് ഉമറുൽ ഫാറൂഖ് ഒഴിച്ച്, വതവാസൗ ബിൽ ഹഖ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഒഴിച്ച്, വതവാസൗ ബിസ്സബ്ർ അലി ഇബ്നു അബീ ത്വാലിബ് ഒഴിച്ച്. എല്ലാം വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരമോ ലോകത്തെ ഉത്കൃഷ്ട ആകാര സൗഷ്ഠവത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായ മുത്ത് മുഹമ്മദ് മുസ്തഫ. എല്ലാം അവിടുത്തെ സഹാബാക്കൾ ലോകത്തെ ഏറ്റവും വലിയ ശിഷ്യന്മാർ. ഒരു നബിക്കും അങ്ങനെ ഒരു ശിഷ്യനില്ല. ശിഷ്യനും കൂടി പറഞ്ഞില്ല. സഹാബി എന്ന് പറഞ്ഞാൽ സഹവാസി എന്നാണ്, സുഹബത്താണ്. അവരെക്കുറിച്ച് മുത്തനബി പറഞ്ഞതോ അസ്ഹാബി കന്നുജൂം, നുജൂം, ഷംസിൽ നിന്ന് പ്രകാശത്തിൻ്റെ പ്രതിഫലനങ്ങളുടെ ദർപ്പണങ്ങളായ നുജൂമുകൾ. അവിടുത്തെ മോളെ, രണ്ട് മോളെ കല്യാണം കഴിച്ച കാരണത്താൽ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ സ്ഥാനപ്പേര് ദുന്നൂറൈൻ, ഇരട്ട പ്രകാശം. നോക്കുകയാണെങ്കിൽ അവിടുന്ന് നമുക്ക് അനന്തരമായി ഇട്ടേച്ച സ്വത്ത് ഇൽമ്, അത് നൂറുല്ലാഹി, അള്ളാന്റെ നൂറ്, ഖുർആന് നൂറ്, മജ്ലിസിൽ ഇൽമ് നൂറ്. ഇത് വെള്ളിയാഴ്ച രാവും കൂടിയാണ്. യാ അല്ലാഹ്, എല്ലാം അടിമുടി ഒടുങ്ങാത്ത അത്ഭുതത്തിൻ്റെ അനശ്വര പ്രവാഹ പ്രതീകമാണ് മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. പോരാ മുഹമ്മദ് മുസ്തഫ സ്വലവാതി അലൻ നബി വസലമീ വഹുവ ഖൈറുൽ അനാമി ബദ്രോത്തമീ. എനിക്ക് തങ്ങൾ ബാബ അങ്ങനെ സംസാരിച്ചപ്പോൾ എല്ലാത്തിലും സന്തോഷമായി. ഒരു സ്ഥലത്തെപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. ആലത്തൂർപ്പടിയിൽ ആ പരിപാടിക്ക് തങ്ങളെ എന്നെയും വിളിച്ചിരുന്നു, പക്ഷെ എനിക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പോൾ തങ്ങൾ കേരളത്തിലെ ഇഷ്കിൽ എനിക്ക് ഇഷ്കുമായി ചേർത്തി പറയുമ്പോൾ ഇനിയും കൂടി കൂട്ടണം എന്നൊരാഗ്രഹമുള്ള ആളാണ്. പക്ഷെ അത് നഷ്ടപ്പെട്ടല്ലോ, വേറെ ഒന്നുമല്ല, അത് നഷ്ടപ്പെട്ടല്ലോ എന്നുള്ളൊരു സങ്കടം. തങ്ങളെന്നെ വിളിച്ചിരുന്നു, പക്ഷെ എനിക്ക് വിദേശത്തായി പരിപാടി. അതുകൊണ്ട് ഏതായാലും തങ്ങളുടെ പിന്നാലെ ഞാനും പറയാണ്, ബഹുമാനപ്പെട്ട നേതാവ് പറഞ്ഞതുപോലെ നിങ്ങളെല്ലാവരും ആ പരിപാടി പങ്കെടുക്കണം. ഞാൻ പങ്കെടുക്കില്ല നിങ്ങളോട് ആദ്യം പറഞ്ഞു, കാരണം എനിക്ക് അന്ന് വിദേശത്തെ പരിപാടി. അതുകൊണ്ടാണ് എല്ലാവരും പങ്കെടുക്കണം. തങ്ങൾ പറഞ്ഞ പോലെ 10,000-കണക്കിന് ആളുകൾ വരുന്ന പരിപാടിയായിരിക്കും. അള്ളാഹു തആല എനിക്കും അവിടെ പ്രസംഗിച്ച കൂലി അള്ളാഹു തരട്ടെ. കാരണം ഞാൻ പോണ സ്ഥലത്ത് അത്ര ആളുണ്ടായിക്കോളുന്നില്ല. ഇവിടെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരിഫ്യങ്ങളും സ്വാലിഹ്യങ്ങളും ആയിരിക്കും, ഭയങ്കര ഔലിയാക്കൾ. സയ്യിദുലമൻ്റെ നേതൃത്വത്തിലെ പരിപാടി പിന്നെ ഇനി പറയണ്ട. അവിടെ സാദിഖലിതങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എല്ലാ നിലയിലും കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ ഇഷ്കിൻ്റെ പകിട്ട് പകരുന്ന പരിപാടിയായിരിക്കും. പിന്നെ സംഘാടകർ തങ്ങന്മാരും നേതാക്കളൊക്കെ അല്ലേ. തങ്ങളൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ സ്വലാത്തിൻ്റെ ഹൽക്കക്ക് നേതൃത്വം കൊടുക്കാനും തുടങ്ങിക്കൊടുക്കാനും പാരമ്പര്യമായി ഇജാസത്തുള്ള ആൾ. ഒരു വാപ്പ അതിൻ്റെ വലിയ ആളായിരുന്നു. അതിൻ്റെ തൂവെളിച്ചം പാരമ്പര്യമായി തങ്ങളിലൂടെ അൽഹംദുലില്ലാ കേരളത്തിൻ്റെ ഉള്ളും പുറത്തൊക്കെ ഞാൻ പല സ്ഥലങ്ങളിലും അവർ തുടങ്ങിയ സ്വലാത്തിൻ്റെ വാർഷികത്തിനൊക്കെ പ്രസംഗിക്കാൻ പോകുന്ന ആളാണ്, ദ്വീപുകളിൽ വരെ. അല്ലാഹു തആല അവിടെയൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ.
ഇത് ലോകത്ത് ഏറ്റവും വലിയ മരുന്നാണ് മുഹമ്മദ് മുസ്തഫ. ഇന്നലെ ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ മഹലിലാണ്. അവിടേക്ക് മംഗലാപുരത്ത് നിന്ന് ചില കുട്ടികൾ വന്നിരുന്നു. മംഗലാപുരത്ത് നിന്ന് തിരൂർക്ക് വേളയാക്കാൻ. ആ കുട്ടികൾ പോകുമ്പോൾ എന്നോട് പറഞ്ഞത്, ഞങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോണ അവസ്ഥയിലായിരുന്നു. ദീനിൽ നിന്ന് പുറത്ത് ഒരാൾ മോഡേണിസ്റ്റ് തന്നെ ആയിപ്പോയി, പക്ഷെ തിരിച്ചു വന്നത് നിങ്ങളെ മദ്ഹ് കേട്ടിട്ടാണ്. ലോകത്ത് എല്ലാം ഒടുങ്ങുന്ന എല്ലാ തിരകളും ഒടുങ്ങി ഹൃദയം ആശ്വാസത്തിൻ്റെ സംഗീതം മുഴങ്ങുന്ന വിശ്വവ്യാഖ്യാനവും സൂത്രവാക്യവും പ്രകീർത്തന പ്രയാണവും ഹൃദയത്തിൻ്റെ ആലാപനവും ഹൃദയവ്യതകൾക്കുള്ള ഒന്നാന്തരം പച്ചമരുന്നാണ്. സൈഡ് എഫക്റ്റ് ഇല്ലാത്ത ഫ്രഷായ നാച്ചുറൽ മരുന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഹുസ്റവിയ ചീലഗീന സർവരി ചീലഗീ. മിന്നാന്ന് വാള് ചെല്ലുമ്പോൾ കുട്ടികൾ വെച്ചെന്ന പാട്ടാണ്, എന്നെ വല്ലാതെ ആകർഷിപ്പിച്ചു. ഹുസ്റവിയ ചീലഗീന സർവരി ചീലഗീ ഹം ഫക്കീറോं को मदीने की गलिये चीलगी. ഹുസ്റവി സുൽത്താൻ അച്ചീലഗീന. നമുക്കൊന്നും വേണ്ട, ഒരു നാട്ടിലെ സുൽത്താൻ ആവാന്നുള്ളതൊന്നും എനിക്ക് വേണ്ട. സർവരി ദുനിയാവിൻ്റെ നേതൃത്വ പദവി എനിക്ക് വേണ്ട. ഹം ഫക്കീറോं को മദീനെ, എനിക്ക് മദീനയിലെ ചെരുവിലെ ഒരു ഫക്കീറായി നടന്നാൽ മതി. യാ അല്ലാഹ്. ഉമർഖാലി അങ്ങനെ തന്നെയല്ല അവിടെ പോയിട്ട് പാടിയത്. യാ കറമൽ ഖുറമ അലാ അഅതാബികും ഉമറുൽ ഫഖീറുൽ മുർതജി ലിജനാബികും ഇർജുൽ ലതാഅ അലൽ ബുകാഇ ബിബാബികും വദ്ദം മിൻ നൈനൈഹി സാല സജീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഇദ് ജിതു ത്വയ്ബത റൗമ സൗറതി ഖബ്രിഹി ഫഹുനാക കുംതു ശുമുറയ്യാന ശരിഹി ഉമീതു മദ്ഹൂശൻ ലിഹൈബതി ഖദ്രിഹി ഹുബ്ബൻ വഇൻ കുൻതുൽ മുസിഅ അസീമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. കസ്തൂരിയാം ഭൂമേനി മണ്ണിൽ വന്നു ഞാൻ, കനകമണിയാം പരിമളം നുകർന്നു ഞാൻ, മുത്തിൻ പവിത്രത ഓർമ്മയിൽ വീതുമ്പി ഞാൻ, മഹബത്തിലായി താളർന്നു ബോധം കെട്ടു ഞാൻ. സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഞാൻ കഴിഞ്ഞ 3 ദിവസം മുമ്പ് ആലി മുസ്ലിയാരുടെ വാര്യംകുന്നത്ത് കുഞ്ഞാമാജിൻ്റെ നാട്ടിലെന്ന് എനിക്ക് വേള്. അപ്പോൾ എനിക്ക് സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നി, ആ മുലേര് ഞായാ മതിയായിരുന്നു. അലിമുലേരല്ല, അവിടുത്തെ മുദരിസാണ് ഉദ്ഘാടനം ചെയ്തിരുന്നത്. അയാൾ ഉദ്ഘാടനത്തിനിടയിൽ പറഞ്ഞൊരു വർത്താനുണ്ടല്ലോ, പടച്ച തമ്പുരാൻ. എൻ്റെ സുഹൃത്തിനെ കുറിച്ചാണ് പറഞ്ഞത്, മരിച്ചുപോയ സുഹൃത്തിനെ കുറിച്ച്. തങ്ങൾക്കൊക്കെ അറിയുന്ന ആളാണ്, റഫീഖ് അൻവരി ബന്താവൂർ, അറിയില്ലേ? അദ്ദേഹം മരിച്ചരങ്ങ് അവിടുത്തെ 2ാം മുദരിസ് ഇങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. എനിക്ക് തോന്നി ആ റഫീഖ് അൻവരി ഞാനായ മതിയായിരുന്നു. സത്യം, ആ സ്റ്റേജിൽ ഇരുന്നിട്ട് എനിക്ക് തോന്നിയതാണ്. നമ്മളൊക്കെ എപ്പോഴും കാണുന്ന ആളാണ് റഫീഖ് അൻവരി. തങ്ങളെയൊക്കെ എന്നെയൊക്കെ അവരെ നാട്ടിൽ പലപ്പോഴും വാതിനും നേതൃത്വത്തിനൊക്കെ തങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനും പലപ്പോഴും വാതിനും പോയിട്ടുണ്ട്. നമ്മളെപ്പോഴും കാണുന്ന ആൾ ഓതുകൊടുത്ത് റൂമിൽ കയറി എല്ലാവരോടും ഓതുകൊടുത്ത് വരാൻ പറഞ്ഞ്. ഓതുകൊടുക്കാത്തവരൊക്കെ റൂമിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞാലോ. ആ മുദരീസ് പറഞ്ഞാണ്, 2 ദിവസം മുമ്പ് എൻ്റെ വേദിയിൽ അന്നാട്ടിൽ ഉദ്ഘാടനം ചെയ്ത മുദരീസ് പറഞ്ഞാണ്. അയാൾ അവിടുത്തെ 2ാം മുദരീസും അൻവരി 1ാം മുദരീസും ആയിരുന്നല്ലോ. അപ്പോൾ ഒതുടുക്കാത്തവരുണ്ടെങ്കിൽ പോകണട്ടോ. അപ്പോൾ ഇയാളെ ഹാലിങ്ങനെ മാറുകയെന്ന് പറഞ്ഞ് എല്ലാവരും ഒതുടുത്ത് വരി, ഇത് നിൽക്കണം മുഹമ്മദ് മുസ്തഫ എന്ന് പറഞ്ഞാലോ. എന്നിട്ടാണ് ദിക്റിൽ മരിച്ചത്. യാ അല്ലാഹ്, 41 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അയാളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ഞാൻ മനസ്സിലാക്കിയത്, അദ്ദേഹം മജ്ലിസിനെ വല്ലാതെ ബഹുമാനിക്കുന്ന ആളാണ്. ഒരു മജ്ലിസിൽ വരുമ്പോൾ നല്ല കന്തൂറ തൊപ്പി അത്രയൊക്കെ പൂശി ഒതുകൊടുത്ത് ഇങ്ങനെയൊക്കെ വരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് റസൂലുള്ളാഹിൻ്റെ സദസ്സ്.
ആ ഒരു ബഹുമാനാണത്. മുത്തുനബിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏറ്റവും വേണ്ടത് താലീമാണ്. അതല്ലോ തങ്ങളായത്തോതിൻ്റെ അർത്ഥം. താലീം, ആ ഖദർ മനസ്സിലാക്കുക. താലീം തഹബത്ത് അഅമാലുക്കും എന്ന് പറഞ്ഞാൽ ഈ സ്വഹാബിയെക്കുറിച്ച് പിന്നെ ചർച്ച ഉണ്ട്. സാബിത്ത് ബിൻ ഖൈസ് ബിൻ ഷമ്മാസ്, അവർ തങ്ങൾ പറഞ്ഞ പോലെ യമാമ യുദ്ധത്തിലാണ് രക്തസാക്ഷിയായത്. അപ്പോൾ റസൂൽ അവരോട് പറഞ്ഞു 3 കാര്യം പ്രവചനം. ആ പ്രവചനം അള്ളാഹുവിൻ്റെ റസൂലപ്പോൾ പറഞ്ഞു. അള്ളാഹു റസൂൽ കണ്ണിന്ന് വെള്ളം ഒഴുകി ഇദ്ദേഹത്തിൻ്റെ അദബ് കേട്ടപ്പോൾ, താലീം കേട്ടപ്പോൾ. മുത്തുനബി വരാത്തൊന്നുമില്ല, ഞങ്ങളെ കാണാനും ആഗ്രഹമുണ്ട്, ജമാഅത്തിനും ആഗ്രഹമുണ്ട്. ആയത്ത് പേടിച്ചിട്ടാണ്, അമൽ പൊളിഞ്ഞുവല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ചെകിടിന് കുറച്ച് കേൾവി കുറവുണ്ട്. ഈ ചെകിടിന് കേൾവി കുറവുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ ഉറക്കെ സംസാരിക്കുക. കാരണം അവർക്ക് ഉറക്കെ സംസാരിച്ചാൽ കേൾക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സൈക്കോളജി, അവർ ഉറക്കെ സംസാരിക്കും, നമ്മളും അങ്ങനെ കേൾക്കുള്ളൂ എന്നുള്ള ധാരണയാണ് അവർക്ക്. അതാണ് അദ്ദേഹത്തിന് സൗണ്ട് ഓവറാൻ കാരണം. അപ്പോൾ അദ്ദേഹം ആ സങ്കടം പറഞ്ഞു. അപ്പോൾ മുത്തുനബി പറഞ്ഞു, ലസ്ത ഈ അല്ല അത് എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ 3 കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞാരോ? അമാ തർല അൻ തഈശ ഹാമിദ വ അൻ തുഖ്തല ഷഹീദ വ അൻ തദ്ഖുലൽ ജന്ന. താലീമിനുള്ള സമ്മാനാണ് കൊടുത്തത് 3 എണ്ണം. താലീമിനും അദബിനുള്ള സമ്മാനാണ് കൊടുത്തത് 3 കാര്യം. അതിലെല്ലാം ഉണ്ട്, അതിൽ 3000 കാര്യമുണ്ട്. അമാ തർല, സാബിത്തേ നീ കൊതിക്കുന്നില്ലേ, നീ ആഗ്രഹിക്കുന്നില്ലേ, അന്തഈശ ഹമിദാ, ഇനിയുള്ള കാലങ്ങൾ വഫാത്താകുന്നത് വരെ ഡിപ്രഷനില്ലാതെ, വിഷാദ രോഗമില്ലാതെ, ഹൃദയത്തിന് തകർച്ചയില്ലാതെ, തളർച്ചയില്ലാതെ, സാന്ത്വനത്തോടെ, ആശ്വാസത്തോടെ, സ്ഥിരതയോടെ, മനസ്സമാധാനത്തോടെ ജീവിക്കാൻ നിനക്ക് ആഗ്രഹമില്ലേ സാബിത്തേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. 1, ദുനിയാവിലാകെ വേണ്ട സമാധാനമല്ലേ? പൈസ അല്ല, പൈസ അതിൻ്റെ വസീലയാണ്. പൈസ അതിന് ഇന്ന് വലിയൊരു പൈസക്കാരൻ എനിക്ക് വിളിച്ചിരുന്നു, വലിയ പൈസക്കാരൻ. അയാൾ പറഞ്ഞേ ജീവിതം ഒടുക്കാൻ ആഗ്രഹമുണ്ട്, ഉസ്താദുമാരൊക്കെ വാള് കേട്ടിട്ടാണ് ഞാൻ അതിന് നിൽക്കാത്തതെന്ന്. കാരണം എന്താ? സമാധാനമില്ല. നമ്മൾ സാധാരണ പറയും ഇപ്പോഴാണ് ഒരു സമാധാനം ആയതെന്ന്. എല്ലാതും സമാധാനത്തിനാ. നീ എവിടുക്കാ പോണ്? എന്താ എൻ്റെ പരിപാടി? എനിക്കൊരു ഒരു വിസ കിട്ടണം, ഉസ്താദ് വാർക്കണം. എന്തിനാ വിസ? ഗൾഫ് പോകാൻ. എന്തിനാ ഗൾഫ് പോണ്? ജോലി ഇട്ടാൻ. എന്തിനാ ജോലി? പൈസ ഇട്ടാൻ. എന്തിനാ പൈസ? സമാധാനമാണ്. ലാസ്റ്റ് അതിൻ്റെ അപ്പുറത്ത് തന്നെ ഇല്ല. ഇനി എന്തെങ്കിലും പറയും നിങ്ങൾ? സമാധാനമാണ്. അത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സമാധാന ലക്ഷ്യം. വ്യത്യസ്ത മാർഗങ്ങൾ ആളുകൾ സ്വീകരിക്കുന്നു എന്ന് മാത്രം. സമാധാനം, ആ സമാധാനമാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അന്തഈശ, എക്കാലത്തും സമാധാനിയായി, ഹൃദയം കുലുങ്ങാതെ, മടുക്കാതെ എനിക്ക് ജീവിക്കണ്ടേ. എന്തിനുള്ള സമ്മാനാണ്? അദബിനുള്ള സമ്മാനം. 2, വഅൻ തുഖ്തല ഷഹീദാ, മരണം എല്ലാവർക്കും ഉറപ്പാണ്, പക്ഷെ ഷഹീദാവുക എന്നത് വലിയ പോസ്റ്റാണ്. ഒരു വലിയ സൂഫി ഉണ്ടായിരുന്നു. ഒരു ദിവസം 1000 പ്രാവശ്യം ലാനത്തുല്ലാഹി അലൈഹി നെല്ലിട്ടാണ് ഉറങ്ങുക. 1000 പ്രാവശ്യം. സുന്നത്തായതുകൊണ്ടെന്നല്ല, ശൈത്താനോടുള്ള ദേഷ്യം കൊണ്ട്. സലാത്തല്ലൽ സുന്നത്താ, ലാനത്തല്ല സുന്നത്താന്ന് അറിയപ്പെട്ടിട്ടില്ല. ചെല്ലും വേണം, സലാത്തിൻ്റെ ആ മാതിരി ഒരു മത്ലൂബല്ല, അങ്ങനെ ഒരു സുന്നത്തായിട്ടുള്ളതല്ല. പക്ഷെ ഇയാൾ ദേഷ്യം കൊണ്ട് 1000 വട്ടം ലാനത്തുല്ലാഹി. മനുഷ്യൻ ഒരിക്കൽ നടക്കുമ്പോൾ നല്ല കാറ്റും കോളും മഴയൊക്കെ ആയപ്പോൾ മൂപ്പര് ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ചുമരമ ചാരിയിട്ട് എങ്ങനെ ഇരുന്ന മഴ മാറിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതിശക്തമായ കാറ്റിൽ ബിൽഡിങ്ങൊക്കെ ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെങ്ങനെ ഉറങ്ങില്ല, ബിൽഡിങ് പൊളിഞ്ഞാടാനയക്കണേ, പൊളിഞ്ഞാടി അയാൾ മരിക്കും ചെയ്യും. അപ്പം ഉണ്ട് ഒരാളും കൊണ്ട് ഇറങ്ങണം, ഇയാളെ തോണ്ടി എണീറ്റ് പോയിക്കോ പറഞ്ഞു. ഈ ബിൽഡിങ് പൊളിഞ്ഞാടാനയക്കണം, അതിൻ്റെ ഉള്ളിൽ കിടന്ന് മരിക്കും എന്ന് പറഞ്ഞു. ഇത്ര വലിയൊരു സഹായി, ഒരു മിത്രം, ഒരു സ്നേഹിതൻ. പക്ഷെ ഈ സൂഫി നോക്കുമ്പോൾ ഇത് ആള് മറ്റേതാ, ശൈത്താനാ, പുതിയ രൂപമായിട്ട് വന്നതാണ്. അപ്പം ചോദിച്ചു, അല്ല എങ്ങായി 1000 വട്ടം എൻ്റെ മേലിൽ ലാനത്തെല്ലാം ഉണ്ടല്ലോ. ഞാൻ ഇപ്പോൾ ഈ സന്നിധി ഘട്ടത്തിൽ എന്നെ സഹായിക്കാൻ വന്നാണ്. സംഗതി പൊളിഞ്ഞപ്പോൾ ശൈത്താൻ പറഞ്ഞു സഹായിക്കാൻ വന്നല്ല, അല്ലെങ്കിലോ ഉഷാറ്, നിന്റെയും സ്വർഗത്തിൻ്റെ ഇടയിൽ ആകെ തടസ്സം മരണാണ്. മരിച്ചാൽ എനിക്ക് സ്വർഗമാണ്. സ്വർഗത്ത് പോകണമെങ്കിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ബിൽഡിങ് പൊളിഞ്ഞിട്ട് മരിച്ചാൽ ഷഹീദാവും, എനിക്ക് സഹിക്കാൻ കഴിയില്ല. അപ്പം ഈ മരിച്ചാൽ എനിക്ക് ലോക്കൽ സ്ഥാനം മതി,
ഷഹീദിൻ്റെ സ്ഥാനം വേണ്ടാന്ന് കരുതിയിട്ട് എന്നെ ഉണർത്തിയിട്ട് അപ്പുറത്ത് കാക്കിയത് അല്ലാതെ സ്നേഹം കൊണ്ടല്ല എന്ന് പറഞ്ഞു. ഇതാണ് ഷഹീദ്. ചില ആളുകൾ ചോദിക്കും, അങ്ങനെ ബദരീങ്ങൾക്ക് സ്ഥാനം ഉണ്ടെങ്കിൽ ഉസ്മാൻ അള്ളാഹിന് ബാക്ക് കൂടി വെട്ടണ എന്താ തടുക്കാത്തത്? ബദറിലെത്തി അവർ എടോ തടുത്താൽ പിന്നെ ഈ പവർ ഉണ്ടാവോ? അറിയണ്ടേ? എല്ലാം കൂടി തടുത്ത ഈ പവർ ഉണ്ടാവും. ഇവിടെ ചില ആളുകൾക്ക് പണിയതാ റസൂലുള്ള മറന്നത് കണ്ട് ഉദ്ധരിക്കുക. 5-ാമത്തെ റക്അത്ത് നീച്ചില്ലേ, അത് ബശരീയത്താടോ. ബശരീയത്തിൽ പട്ടിണി കിടക്കുന്ന മുഹമ്മദ് മുസ്തഫ, ബശരീയത്തിൽ ഏറുകൊള്ളുന്ന മുഹമ്മദ് മുസ്തഫ, ബശരീയത്തിൽ അടികിട്ടുന്ന മുഹമ്മദ് മുസ്തഫ, യുദ്ധത്തിൽ പരാജയപ്പെടുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ റസൂലുള്ളാഹിക്ക് മറ്റൊരു പൊസിഷൻ ഉണ്ട്, ഒരു വിധാനമുണ്ട്. അത് മലക്കിൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന മുഹമ്മദ് മുസ്തഫ. ഹിജ്റ പോകുന്ന സമയത്ത് സിദ്ദീഖുൽ അക്ബർ കൂടെ ഉള്ളത്. പക്ഷെ മിറാജ് പോകുമ്പോൾ സിദ്ദീഖുൽ അക്ബർ ഇവിടെ ഉണ്ടായിരുന്നു, കൂടെ കൂട്ടിയില്ല. കാരണം മക്കാമ് വേറെയാണ്, ഇത് പറ്റൂല. അവിടെ സിദ്ദീഖ് എന്നവരുടെ സ്ഥാനത്ത് ഗൈഡായി ഉണ്ടായത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. എന്നാ ജിബ്രീലും പതറി ആ യാത്രയിൽ. ലൗ തഖദ്ദംതു ശിബ്റൻ ലഹ്തറഖ്തു യാ റസൂലല്ലാഹ്. ഇനി ഒരു ചാൺ ഞാൻ അങ്ങോട്ട് നടന്നാൽ എനിക്ക് അഡ്രസ്സിൻ്റെ പോലെ കരിഞ്ഞാണ്ട് പോകുന്നത്. ആരാ ജിബ്രീൽ? പ്രകാശത്തിൻ്റെ പ്യൂർ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട വിഭാഗം, ആ വിഭാഗത്തിലെ തലവൻ. അവർ പറയാണ് എൻ്റെ അഡ്രസ്സ് ഉണ്ടാവില്ല, കരിഞ്ഞങ്ങോട്ട് പോകുന്നു. പിന്നെ ആ കരിഞ്ഞു പോകുന്ന പറഞ്ഞ് ജിബ്രീൽ കാല് പിൻവലിച്ച സ്ഥലത്തേക്ക് രോമം കരിയാതെ അന്തസ്സായി പോയി പടച്ചവനോട് തഹയ്യത്ത് പാടിയത് ആരാണ്? മുഹമ്മദുൻ ദിക്റുഹു റൂഹുൽ അൻഫുസിനാ മുഹമ്മദുൻ ശുക്റുഹു ഫറദുൻ അലൽ ഉമമി. മൗലായ വെള്ളിയാഴ്ചയാണ്. ഉസ്താദുമാരടക്കം കുട്ടികൾ അവരുടെ പിന്നാലെ താളഭംഗിയിലായി ഇഷ്കിൻ്റെ അടഞ്ഞുകിടക്കുന്ന വാതിലുകൾ തുറന്നുകൊണ്ട് മനസ്സുകളിൽ നിന്ന് കുളിർക്കാറ്റടിച്ച് വീശും പോലെ മദീനയുടെ വിരിയുന്ന കൊടകൾക്കടിയിലൂടെ മനോഹരമായി വിരിക്കപ്പെട്ട കാർപ്പറ്റിലൂടെ ഈ വെള്ളിയാഴ്ച രാവിൽ റൂഹിന്റെ കാലൊച്ചകൾ കേട്ടുകൊണ്ട് ഹൃദയം കൊണ്ടൊരു യാത്ര ഹാരിയായ ഹരിതാപമായ മണ്ണിലേക്ക് മൗലായ സല്ലി വസ. ഇഷ്കിന്റെ കളഭക്കുടമായ ഹൃദയങ്ങൾ വിറച്ചുകൊണ്ട് കണ്ണ് നനഞ്ഞുകൊണ്ടൊന്ന് ചൊല്ലി നോക്കൂ. എന്നാൽ ഇന്നത്തെ രാവിക്കിനാവിന്റെ പെരുന്നാളാകാം. വമരീളന്നൻ തസായിറുഹു ഖദ് അതാഹുല്ലാഹു ബിൽ ഫറജി സല്ലി റബ്ബൽ ആലമീന അലാ സയ്യിദിൽ കൗനൈനി വാസുറുജിഹി. നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ചാലോ നമ്മുടെ കൽബ് ഒരു ഹിറാഗുഹ മാതിരിയാവും. വഹി ഉണ്ടാവില്ലെങ്കിലും ഇൽഹാം ഉണ്ടാവും. ഞാനിപ്പോൾ ഈ ഫഹ്റുദാങ്ങളൊക്കെ പ്രസംഗം ചിലപ്പം കേൾക്കുമ്പോൾ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് എന്താണ് പ്രസംഗിക്കേണ്ടത് എന്ന് കൃത്യമായി ഒരാളും പറഞ്ഞു കൊടുക്കാതെ അപ്പം അവരെ വായ കൂടി ഇങ്ങനെ വരികയാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? അതൊന്നും സമാർജിത സ്വത്തല്ല. ചിലതങ്ങനെ ഉണ്ടാവും. ഇവർക്കൊക്കെ കിട്ടിയ വഹബിയായിട്ടാണ്. അള്ളാൻ്റെ നമ്മളെത്ര അധ്വാനിച്ചാലും ഞങ്ങളാവില്ല. പക്ഷെ കൽബിൽ ഈ യാതൊരു ഹിക്മത്തും അവസ്ഥയും വരണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അധ്വാനിക്കണം, എന്നാലും വരുള്ളൂ. അവർക്കൊക്കെ ഒരു നേതൃത്വം സ്വീകരിക്കുമ്പോഴേക്ക് അള്ളാഹ് അങ്ങോട്ട് തുറന്നു കൊടുക്കുകയാണ്. നുത്തുഫത്തിൽ ഹിക്മത്ത് കിട്ടിയ ആളുകളാണ് അവർ. അതാണ് തങ്ങന്മാര്. നമ്മൾ എത്ര എത്തിപ്പിടിച്ചാലും അവിടെ എത്തൂല. കാരണം അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു പോയി, വല്ലുഹ വല്ലൈലി, തങ്ങന്മാരിൽ ആണുങ്ങൾ തന്നെയാണ് സത്യം, വല്ലൈലി പെൺകുട്ടികൾ തന്നെയാണ് സത്യം എന്ന് ഖുർആൻ സത്യം ചെയ്താണ് അവരെക്കുറിച്ച്. നമ്മളെക്കുറിച്ച് സത്യം ചെയ്തിക്കണോ? തങ്ങളെ പോയിക്കൊള്ളി. നിങ്ങൾ കണ്ടിരിക്കുന്നത് അല്ല ഞാൻ വളരെ കുറച്ചേ പറയുള്ളൂ. എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം കേട്ടോ, നന്നായി ശ്രദ്ധിക്കണം. ഒരു മൗലായം കൂടി ക്ഷണിക്കണം. എല്ലാവരും മനസ്സ് മദീനയ്ക്ക് കൊടുത്തിട്ടല്ലേ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഇഷ്ക് എന്ന് പറഞ്ഞാൽ, ഹുബ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പാടലാണ്,
ചിലപ്പോൾ പറയലാണ്, ചിലപ്പോൾ രണ്ടും കൂടിയ സമ്മിശ്രമായ അനുഭവമാണ്. ചിലപ്പോൾ മൗനമാണ്, ചിലപ്പോൾ കരച്ചിലാണ്, ചിലപ്പോൾ പറക്കലാണ്, ചിലപ്പോൾ മദീനയിലേക്ക് ഓടലാണ്, ചിലപ്പോൾ മദീനയിൽ നിന്നും ഓടലാണ്. ഇഷ്ക് വ്യത്യസ്ത വർണ്ണാഭമാണ്, വർണ്ണസബളിമയാണ്. ഇന്ന നിൽക്കുന്ന പറയാൻ പറ്റൂല. സ്നേഹത്തിനൊക്കെ രൂപം കൽപ്പിക്കണം എന്ന് പറഞ്ഞ ആളുകൾ സ്നേഹത്തിൻ്റെ മനഃശാസ്ത്രത്തിൻ്റെ എ എന്ന സ്പെല്ലിങ് പോലും തൊടാത്ത ആളുകളാണ്. നിസ്കാരത്തിൻ്റെ രൂപം പറഞ്ഞ പോലെ സ്നേഹപ്രകടനത്തിൻ്റെ രൂപം പറയാൻ പറ്റുമോ? പല രൂപത്തിലാവൂലേ? പല നാട്ടിലും പല രൂപമാവൂലേ? അതിനൊക്കെ ഇപ്പോൾ റസൂലുള്ള എന്ന രൂപം പറയാം. നിങ്ങൾ സ്നേഹം കാണിക്കുകയാണെങ്കിൽ ഇന്ന രൂപത്തിൽ കാണിക്കണം എന്നറിയേ. സ്നേഹത്തിൻ്റെ മനഃശാസ്ത്രം വായിച്ചിട്ടില്ലേ ഇവർ? മൗലൂദിന് തെളിവുണ്ടോയെന്ന് ചില ആളുകൾ. മൗലൂദിന് തെളിവ്, ഒന്നാമത്തെ തെളിവ് മുഹമ്മദ് എന്നുള്ള ആ ഇസ്മനല്ല, അതിൻ്റെ അർത്ഥം കൂടുതൽ മൗലൂദ് എല്ലപ്പെടേണ്ട ആൾ എന്നല്ലേ. മുഹമ്മദ് എന്ന് പറഞ്ഞതിൻ്റെ മാനെന്താ? മൗലിദ് ധാരാളമായി ഓതപ്പെടേണ്ട ആള് എന്ന്, പ്രകീർത്തിക്കപ്പെടേണ്ട ആള് എന്നല്ല അതിൻ്റെ അർത്ഥം. ഇനി തെളിവുണ്ടോന്ന്? ഇത് ഈ പേര് അള്ളട്ടതല്ലേ. നിങ്ങൾ വിചാരിക്കണം അബ്ദുൽ മുത്തലിബിട്ടാണെന്ന്. ഈ പേര് ലോകം സൃഷ്ടിക്കണതിന് മുമ്പ് അള്ളട്ടിക്കണ്. വൗജദ നൂറഹു ഖബല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദ. സമ്മന്റെ വായിലാരാ? അള്ളാഹ്. എന്താണ് ഈ പറഞ്ഞത്? വസമ്മാഹു മുഹമ്മദ്. ആ സമ്മന്റെ ഫായിലാരാ? മൗലിദിലുള്ളല്ലേ അത്? അബ്ദുൽ മുത്തലിബാണോ? വസമ്മ, അല്ല പേരിട്ടു ഹു മുത്തുനബിക്ക് മുഹമ്മദൻ, മുഹമ്മദിന് പേരിട്ടു എന്ന് 1380 കോടി കൊല്ലത്തിന് മുമ്പ്. എങ്ങനെയെങ്കിലും കണക്കിട്ടിന്ന്. ആ ബിഗ് ബാൻ തിയറി ഉണ്ടായിട്ട് 1380 കോടി കൊല്ലയിക്കണമെന്നാണ് സയൻസ് അതുകൊണ്ട് പറഞ്ഞത്. ബിഗ് ബാൻ തിയറി സംഭവിച്ചിട്ട് 1380 കോടി കൊല്ലയിക്കണമെന്ന സയൻസ് ഇപ്പോഴും തിരുത്തിയിട്ടില്ല. ലേറ്റസ്റ്റ് സയൻസ് അതാണ്, അത് തിരുത്തിയിട്ടില്ല. അപ്പം മഹ്ദൂദങ്ങൾ പറഞ്ഞ എന്താണ്? അതിന് മുമ്പുണ്ട് ഇതെന്ന്. അപ്പം അതിൻ്റെ മുമ്പ് 1380 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ പേര് മുഹമ്മദ് എന്ന് ആകാശലോകങ്ങളിലുണ്ട്. യാ അല്ലാഹ്. അതാണ് അബ്ദുൽ മുത്തലിബ് പേരിട്ട സമയത്ത് അറബികളാണ് ചൂടായി. ലിമ റഗൈബത അൻ അസ്മായി അബായി അബ്ദുൽ മുത്തലിബ്. നമ്മളെ പാരമ്പര്യം ഇങ്ങനെയല്ലല്ലോ. ഒരു കുട്ടി പറഞ്ഞാൽ വല്യപ്പാൻ്റെ പേരിടലല്ലേ. നിങ്ങളൊരു പുറത്തല്ലാത്ത ഒരു പേരിട്ടിക്കണ്. അപ്പം അബ്ദുൽ മുത്തലിബിന് ഇൽഹാമാണേ, അള്ളാഹു താല തോന്നിപ്പിച്ചതാണ്. അപ്പം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഭൂമിയിലും ആകാശത്തിലും ഈ കുട്ടി മൗലിദ് ചെല്ലപ്പെടുന്നു, പ്രകീർത്തിക്കപ്പെടുന്നു പറഞ്ഞാൽ അതന്നെ ഈ മൗലിദ് എന്ന് പറഞ്ഞത്. അന്ന് അബ്ദുൽ മുത്തലിബ് പറഞ്ഞാണ് ഈ കുട്ടിൻ്റെ പേരിൽ ഒരുപാട് മൗലിദ് നടക്കാണ്ട് എന്ന്. എന്നിട്ടിപ്പോൾ പേര് മൗലിദ് ഓതപ്പെടേണ്ട ആളെന്നല്ലേ. ഒരു പെണ്ണ് ഗർഭിണി ആശുപത്രി പോയി, അവിടെ എഴുതിച്ചിക്കണ് പ്രസവാട്ട് എന്ന്. ഇവിടെ അതിൻ്റെ ഉള്ളിൽ കയറില്ല, അവിടെ അങ്ങനെ വെക്കുക. എന്താ ഉള്ളിൽ കയറാത്ത ചോദിച്ച്, അവിടെ പെണ്ണുങ്ങളെന്ന് എഴുതി വെച്ചിട്ടില്ലല്ലോ എന്ന്. പിന്നെ ആണുങ്ങൾക്ക് ഈ പരിപാടി ഉണ്ടാവോ? എന്താണ് ഈ പറഞ്ഞേക്കണത്? എടോ, പ്രസവാട്ടിൽ പെണ്ണല്ലേ ഉണ്ടാവുള്ളൂ, ആണുണ്ടാവും. ഞാൻ അതിന് ബ്രാക്കറ്റിൽ എഴുതിയേക്കണത് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ മൗലിദ് ഓതപ്പെടേണ്ട ആള് എന്നല്ലേ. ഇനി പിന്നെ വേറെ തെളിവാ? തെളിവുണ്ട്, പക്ഷെ ബുദ്ധിയുള്ളവർക്ക് പേര് പോരെന്ന് അള്ള വെച്ച പേരല്ലേ. വസമ്മ ഫായിൽ അള്ളയാണ്. എന്തൊരു അത്ഭുതമാണ് ഈ പറയുന്നത്. ഇതൊക്കെ ചെറിയ ബുദ്ധി ഉണ്ടായ നിഷ്പ്രയാസം ബോധ്യപ്പെടുന്ന സത്യങ്ങളല്ലേ. നമുക്കൊരു തർക്കം വേണ്ട, തർക്കിക്കാനോട്ട് നമ്മൾ സമയം ചെലവഴിക്കുന്നില്ല. നമ്മൾ പാടിപ്പറയുകയാണ്. നമ്മൾ പാടിപ്പാടി ഹൃദയത്തിന് മദഹിന്റെ ചിറക് വെച്ചുകൊണ്ട് ഈ വെള്ളിരാവിൽ മദീനയുടെ പച്ചക്കുബ്ബയുടെ മുകളിലൂടെ പാറിപ്പറക്കുന്ന ഒരു കിളിയാവാൻ ശ്രമിക്കുകയാണ്. യാ അല്ലാഹ്, ഈ പ്രകീർത്തനത്തിന്റെ പ്രവാഹം പ്രപഞ്ചത്തിൽ അലയടിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. എത്ര കാലമായി എന്ന് പറയാൻ കഴിയില്ല. കാരണം റസൂലിന്റെ ചരിത്രം 1500 കൊല്ലത്തെ ചരിത്രമല്ല. 1500 കൊല്ലത്തെ ചരിത്രം നമുക്ക് ഈ ഭൂമിയിൽ വെച്ച് എണ്ണാൻ പറ്റുന്നതാണ്. പക്ഷെ ഈ ആലമിലേക്ക് മുത്തുനബി വന്നതിന്റെ ഡേറ്റ് പറയാൻ ജിബ്രീലിന് പോലും കഴിയില്ല. വഔജദ നൂറഹു ഖബ്ല ഖൽഖിൽ ആലം വസമ്മാഹു മുഹമ്മദാ. ولد الحبيب السيد المتعبد والنور من وجناته يتوقد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي.
ജിബ്രീലു നാദാ ഫീ മാനസത്തി ഹുസ്നിഹി ഹാദാ മാലിഹുൽ കൗനി ഹാദാ അഹ്മദു യാ റബ്ബി സല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖാലൈഖി മിൻ ജഹന്നമ ഫീ ഗാദി. പാടുന്നവർ പാടുന്നു, പറയുന്നവർ പറയുന്നു, എഴുതുന്നവർ എഴുതുന്നു. എന്തെല്ലാമാണ് മഹബത്തുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്, അവർക്കൊക്കെ നൂറ് കിട്ടുന്നു. ഇമാം റാഫിഈ റളിയല്ലാഹു തആല മുന്തിരി വള്ളികളുടെ അടിയിൽ തണൽ കൊണ്ടുകൊണ്ട് എഴുതുന്ന സമയത്ത് രാത്രിയായി, വെളിച്ചം കെട്ടുപോയി. അന്നത്തെ വിളക്കിലുള്ള എണ്ണ കടിഞ്ഞുകൊണ്ട് വെളിച്ചം കെട്ടുപോവുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസ് എഴുതുന്ന സമയത്ത്, മുത്തുനബിയുടെ ശരീഅത്ത് എഴുതുന്ന സമയത്ത്, മുത്തുനബിയുടെ സീറ എഴുതുന്ന സമയത്ത് മഹാനായ റാഫിഈ ഇമാമിന്റെ വിളക്കങ്ങ് കെട്ടപ്പോൾ അവർക്ക് തണല് കൊടുത്തിരുന്ന ആ മുന്തിരി വള്ളികളില്ലേ, ഇവിടെ കാണുന്ന ലൈറ്റുകളെ പോലെ ഈ ബൾബുകൾ ഫിറ്റ് ചെയ്യാതെ ആ മുന്തിരി വള്ളികളുടെ ഇലകൾ ഓരോന്നും പ്രകാശിച്ചു കിതാബ് എഴുതാൻ സഹായിച്ചു. കാരണം എഴുതുന്നത് നൂറിന്റെ മേൽ നൂറായ മുത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. നൂറുൻ അലാ നൂർ യാ റസൂലല്ലാഹ്, നൂറുൻ അലാ നൂർ യാ ഹബീബല്ലാഹ്. ഒരിക്കലും പറഞ്ഞാൽ തീരൂല കേട്ടോ, ഒരിക്കലും പറഞ്ഞാൽ തീരും. ഇന്നൊരു പ്രവാചകൻ എനിക്ക് വിളിച്ചത് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജനനം മുതൽ ഇങ്ങനെ പറഞ്ഞ് അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് ചിരി വന്നു. എന്നിട്ട് കൊടുക്കാതെ എത്തുന്നത്. ഈ ലോകത്തെ ഏറ്റവും വലിയ അപകടം എന്താ അറിയോ? ഒരാളൊരു 10 മണിക്കൂറാണ്ട് പ്രസംഗിക്കുക, എന്നിട്ട് തോന്നുക ഇനി മുത്തുനബിയെക്കുറിച്ച് കുറച്ചും കൂടി പറയാനുള്ളതെന്ന് തോന്നിയാൽ അവനേക്കാളും വലിയ ജാഹില് ഈ ഭൂമിയിലില്ല, ഒരിക്കലും ഇല്ല. അലിയാനോട് ഒരിക്കലും ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ മുത്തുനബിനെ കുറിച്ച് ഒരു 10 മിനിറ്റിനുള്ളിൽ എനിക്ക് മൊത്തം കാര്യം പറഞ്ഞു തരുമെന്ന് വെച്ചു. സമയം കൂടുതൽ എടുക്കരുത്, കുറഞ്ഞ സമയത്തിനുള്ളിൽ എല്ലാം കൂടി ഒന്നിങ്ങോട്ട് പറഞ്ഞു തരുമെന്ന് വെച്ച്. അപ്പോൾ അലിയാരെ തിരിച്ചു വെച്ച്, ഈ പ്രപഞ്ചത്തിന് മൊത്തം ഒരു 10 മിനിറ്റ് കൊണ്ട് ഇങ്ങോട്ട് പറഞ്ഞു തരുമെന്ന് വെച്ചു. അപ്പോൾ ആൾ പറഞ്ഞു, അതെങ്ങനെ നടക്കണം? അപ്പോൾ അലിയാർ തന്നെ ഈ ദുന്യാവിനെ കുറിച്ച് മൊത്തം അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞത് ഖലീൽ എന്നാണ്. മത്താവ് ദുന്യ ഖലീൽ എന്ന് പറഞ്ഞത്. നാം മുത്തുനബിനെ കുറിച്ച് പറഞ്ഞതോ വകാന ഫദ്ലുല്ലാഹി അലൈക അലീം. അപ്പൊ അള്ളാഹു അലീം എന്ന് പറഞ്ഞ ഒരു സംഗതി 10 മിനിറ്റ് കൊണ്ട് ഞാൻ പറയണം, ഖലീൽ എന്ന് പറഞ്ഞ സംഗതി അനക്കൊട്ട് ആരാണിക്കൂർ കൊണ്ട് പറയാനും വയ്യ. ഇതെങ്ങനെ നടക്കുന്നു വെച്ച്. മുത്തനബി ഒരു വ്യക്തിയല്ല, നോട്ട് ദ ഹിസ്റ്ററി ഓഫ് ദ പേഴ്സൺ ബട്ട് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് മുഹമ്മദ് മുസ്തഫ. ഒരു വ്യക്തിയല്ല, ഒരു പ്രപഞ്ചമാണ്. മുത്തനബി ഒരാളല്ല, ഒരു പ്രപഞ്ചമാണ്, ഒരു വ്യക്തിയല്ല. അത് വായിക്കുന്തോറും തിരമാല പോലെയാണ്, അറിയുന്തോറും സമുദ്രത്തിന്റെ താളങ്ങളെ പോലെയാണ്, കൊള്ളുന്തോറും മന്ദമാരുതനെ പോലെയാണ്, കാണുന്തോറും അമ്പിളിയെ നാണിപ്പിക്കുന്ന ഭംഗിയാണ്. അത് മുഖത്ത് ജ്യോതിർഗോളം പരിലസിക്കുന്നു എന്ന് തോന്നിപ്പോകുമെന്ന് സ്വഹാബ അടയാളപ്പെടുത്തിയ ആകാര സൗഷ്ഠവത്തിൽ തുടിച്ച് തിളക്കമുള്ള ഭംഗിയുടെ ചുവപ്പ് കലർന്ന വെളുവെളുപ്പ് നിറത്തിലുള്ള വട്ടമുഖത്തിന്റെ ഉടമയാണ് അല്ലാഹുവിന്റെ റസൂലേ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം. അവിടുത്തെ കയ്യിന്റെ ബർക്കത്ത് എത്രയാണ്, കാലിന്റെ ബർക്കത്ത് എത്രയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതകാലത്ത് മുത്ത് റസൂലുള്ളാഹിനെ കാണാത്ത പലരും ഉണ്ടായിരുന്നു. സ്വഹാബാക്കളെ കണ്ടവർക്കാണല്ലോ താബീങ്ങൾ എന്ന് പറയുക. അതിൽ പ്രധാനപ്പെട്ട മഹാനായിരുന്നു സാബിത്തുൽ ബുന്നാൻ. അവരെ അനസ് റളിയല്ലാഹുവിന്റെ പുരയിൽ 40 കൊല്ലാണ് കഴിഞ്ഞത്. ഈ മഹാനായ പണ്ഡിതൻ അവിടെ വരുന്നവർക്ക് ചായ എടുത്തു കൊടുക്കാനും വെള്ളം എടുത്തു കൊടുക്കാനും. അവരുടെ ലക്ഷ്യം എന്താ അറിയോ? ലക്ഷ്യം ഇടക്കിടക്ക് അനസ് റളിയല്ലാഹുവിന്റെ കൈ പോയിട്ട് ചുംബിക്കാം. കഴിഞ്ഞ് അന്ന് മുതലായി. കാരണം എന്താ? ഈ കൈ റസൂലുള്ളാഹിന്റെ കൈ തട്ടിയ കയ്യാണ്. അതാണ് ചെയ്തത്. ഇതാണ് ഇഷ്ക്. ഇഷ്ക് അങ്ങനെയാണ്. ഇഷ്കാണ്ട് കയറിയ കണ്ണു നോക്കുന്നുണ്ടല്ല, ചിലപ്പോൾ നിയമങ്ങൾ മാറിക്കൊടുക്കേണ്ടി വരും. വൈസൽക്കാരനെ തൊള്ളയിലുള്ള പല്ലൊക്കെ കുത്തി പൊട്ടിച്ചില്ലേ, അത് ഫിഖ്ഹ. പക്ഷെ പിൽക്കാലത്തൊന്നും ആരെങ്കിലും അതിനെ എതിർത്തോ? ഒറ്റ കുട്ടി എതിർത്തില്ലല്ലോ. ഞാൻ പറയണ്ടേ ഫിഖയിൽ ഹറാമാണെന്ന് ആരെയും പറയണ്ടേ? വൈസുൽ ഖറനി. അതിന് വേറൊരു കാര്യം മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ ഒരാൾ മദ്ഹ് ചെയ്യുന്ന സലാത്തിലാണ് എവിടെ വെച്ചിട്ടാണെങ്കിലും മുത്തുനബി അറിയും. വൈസുൽ ഖറനിന്റെ കാലത്ത് മൊബൈലില്ല, വാട്സപ്പില്ല, കമ്പ്യൂട്ടറില്ല, ഒന്നുമില്ല. പക്ഷെ ഖറനിൽ ഇന്നെ ചിന്തിച്ച് ദാഹിച്ച് പൊരിഞ്ഞ് മെലിഞ്ഞ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ള സഹാബാക്കൾ ഓയ്സുൽ ഖർനിയെ കുറിച്ച് ഹൈറ്റും വെയിറ്റും മാത്രമല്ല കയ്യിൻ്റെ അടയാളം പോലും പറഞ്ഞു കൊടുത്ത്. ഇതെങ്ങനെ കണ്ടത്? വാട്സപ്പ് ഉണ്ടായിരുന്നോ? മൊബൈൽ ഉണ്ടായിരുന്നോ? നബിയുമായി ബന്ധപ്പെട്ട് ഹൃദയം വേവുന്ന മൊത്തം മനുഷ്യന്മാരും മുത്തനബിൻ്റെ ഫാൻസാണ്. അത് അള്ളാഹിൻ്റെ റസൂലിന് അള്ളാഹു അറിയിച്ചു കൊടുക്കും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അത് ചിലപ്പോൾ മൂല്യരായിക്കൊള്ളുന്നില്ല. എൻ്റെ അടുത്ത സുഹൃത്താണ്, തിരൂർ അടുത്ത കാലം വരെ ഉണ്ടായിരുന്ന RD ഇൻസ്പെക്ടർ നസീർ. എൻ്റെ അടുത്ത സുഹൃത്താണ്, ബഹുമാനപ്പെട്ട എംകൊക്കെ അറിയുന്ന ആളായിരിക്കും. ഇപ്പം അടുത്ത് അദ്ദേഹം കോഴിക്കോടാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തെക്കൻ ഭാഗത്തേക്ക് തൊടുപുഴയ്ക്ക് വാതിനെ കൊണ്ടുവരുന്ന അദ്ദേഹം. അപ്പോൾ 2 ദിവസം ആയതുകൊണ്ട് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കിടന്നത്. അന്ന് അദ്ദേഹം എൻ്റെ കൂടെ കട്ടുമ്മ കിടക്കുമ്പോൾ തസ്ബീഹിൻ്റെ മാലെടുത്തിട്ട് 100 സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഉറങ്ങിയത്. ആര്? 3 സ്റ്റാറുള്ള വലിയ ഉദ്യോഗസ്ഥൻ. ഇന്ന ആളെന്നുള്ള കണക്കൊന്നുമില്ല. ഇതിങ്ങോട്ട് കയറിയുണ്ടല്ലോ, ഇതൊരു ഹരാണ്. ഞാൻ കഴിഞ്ഞ ഇതേ റബീഉൽ സമയത്ത് റബീഉൽ 12 സമ്മേളനത്തിൽ സലാലയിലായിരുന്നു. അപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാസക്ക് പല അറബികളുണ്ടായിരുന്നു. കൂട്ടത്തിൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ ഇത്തിരി പ്രായമുള്ള ഒരു അറബി വന്നു. ആൾ 2 മണിക്കൂറോളം എൻ്റെ മുഖത്ത് നോക്കിയിരുന്നു. മലയാള പ്രസംഗം, തിരിയാത്ത ഭാഷ, കേട്ടിരിക്കാൻ കുറച്ചൊന്നും ക്ഷമ വരാ. അപ്പം ഈ എംക്ക് ഇവരൊക്കെ ഇരിക്കണമാതിരി താഴത്തായിരുന്നു, ഞാൻ കസാരയിലായിരുന്നു. അയാൾക്ക് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് അറബി പ്രസംഗിച്ച്. പിന്നൊക്കെ ആയിരക്കണക്കിന് മലയാളികളല്ലേ. തിരിച്ചു പോയപ്പോൾ ഞാൻ ചോദിച്ചു, ഇയാളിൻ്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കണില്ല, എന്നാൽ ഭാഷ തൊട്ട് തിരിയില്ല. ഭാഷ തിരിയായിരുന്ന പിന്നെ ഒരു പൊറുതിയാടല്ലോ അല്ലേ. പണ്ടൊരാൾ ഡൽഹിക്ക് പോയ മതിയാവും. ഹൗദിൽ കാലിട്ടേ ഒരാൾ ചോദിച്ചു ക്യാർത്തേ, ഒരാൾ ചോദിച്ചു ഇത്ര വെളുത്തിട്ടല്ലേ എന്ന് ചോദിച്ചു. ഭാഷ തിരിയാണ്ട് ഇരുന്ന അങ്ങനത്തെ അല്ലേ. അപ്പം അയാളിത് സഹിച്ചിട്ട് 2 മണിക്കൂർ ഇരിക്കുകയാണ്. പിരിഞ്ഞു പോയപ്പോൾ ഞാൻ സംഘാടകരോട് വെച്ചു, ആ വന്നിട്ട് കാർപ്പറ്റിലിരുന്ന് എൻ്റെ മുഖത്ത് കൊക്കിന്ന് അറബി ആരാന്ന് വെച്ചു. എന്നോട് പറഞ്ഞു അത് ഒമാനിലെ ആരോഗ്യമന്ത്രിയാണെന്ന് പറഞ്ഞു. യാ അല്ലാഹ്, ഈ സാധനം കയറിയുള്ളത് ഇതാണ്. ഇവിടേക്ക് ഇങ്ങോട്ട് കയറി കിട്ടുക എന്നുള്ളതാണ്. അതാണ് അവിടെ മന്ത്രി. ഇപ്പോൾ മദീനയിൽ പോയാൽ മദീനൻ്റെ റൗദൻ്റെ നേർക്കാണെങ്കിൽ മന്ത്രി ആണെങ്കിലും MLA ആണെങ്കിലും MP ആണെങ്കിലും ഇഷ്ക് ഉണ്ടെങ്കിൽ അവരെ നിലവാരം വിടുകയല്ലോ. ഇഷ്കും മഹബത്തുണ്ടെങ്കിൽ ഞാൻ മന്ത്രിയാന്നില്ല, ഒന്നുമില്ല, ഒക്കെ മറന്ന് പിന്നെ LKG കുട്ടീൻ്റെ മാതിരി താവുകയാണ്, പിന്നെ കരയാണ്. എത്ര ആളുകൾ ഇന്നും ഒടുങ്ങാത്ത കണ്ണീരൊടുങ്ങാത്ത പരിശുദ്ധമായ പ്രണയത്തിന്റെ പ്രവിശ്യയല്ലയോ, മഹബത്തിന്റെ വാലസല്ലയോ, സ്നേഹത്തിന്റെ തലസ്ഥാനമല്ലയോ, ഈമാനിന്റെ സുരക്ഷിത താവളമല്ലയോ മദീന. കണ്ട് കൊതി തീർന്നതാരാ മദീന, കൊണ്ടുപോയെത്ര ജീവൻ നബീന. കണ്ട് കൊതി തീർന്നതാരാ മദീന, പോയെത്ര ജീവൻ നബീന. ദൂരെ 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 മദീന, വാരി പുണരുന്നതെന്നാ നബീന. ഇതാരെ എഴുതിയ പാട്ടാന്ന് എനിക്കറിയില്ല. നൗഷാദ് ബാക്കവിയാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്വാധീനിച്ച ബാക്കവി എഴുതിയ പാട്ടല്ലേ അല്ലേ? ഓ ഭയങ്കര പാട്ടേ പോയി. ഒരു ആഷിക്കിനെ ഇങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഒരു മദീനത്തേക്ക് അപ്പം തന്നെ ടിക്കറ്റ് എടുത്ത് പോകാൻ തോന്നും. ആരാ മദീന കണ്ടിട്ട് പൂതിയിരുന്നത്? അല്ലെങ്കിലും ഹജ്ജിനും ഉംറക്കും പോകുന്ന ആളുകളോട് തിരിച്ചു വന്ന ചോദിച്ചോക്കാണേ, നിങ്ങൾക്ക് പിരിയാൻ കഴിയാത്ത സ്ഥലം ഏതായിരുന്നു എന്ന്. എല്ലാവരും പറയും മദീനയാണെന്ന്. മക്കളെ അവിടെ ആ ഗേറ്റിങ് എന്നിട്ട് ഒച്ചപ്പാട് ഉണ്ടാക്കല്ലേ. ആ കുട്ടികളെ അതൊന്നും ശരിയാവില്ല. ആ ഗേറ്റിങ് എന്നിട്ട് ഒച്ചപ്പാട് ഉണ്ടാക്കല്ലേ. നിങ്ങളെല്ലാവരും മജ്ലിസിൽ ഇങ്ങോട്ടിരിക്കും. സംഘാടനത്തിന് 2-3 ആളവിടെ മതി. 25 ആളൊന്നും അവിടെ നിൽക്കണ്ട. ആ ഈ സ്ഥലത്ത് പരിപാടി അങ്ങാടിയിലുണ്ടാവും. 40 ആൾക്കാർ 350 പോലീസുകാർ എന്ന മാതിരി. ഇതിപ്പോൾ ഒരു 10-30 ആൾക്കാർ സംഘാടകർ ഗേറ്റിങ്ങിൽ നിൽക്കാൻ മാത്രമുള്ള ആളൊന്നും ഇവിടെ ഇല്ല. 3 ആൾ മതി. ഒരു 3-4 ആൾ മതി. അതുകൊണ്ടൊന്ന് പറഞ്ഞോളൂ മദീന ഒരു ലഹരിയാണ്. കണ്ട് കൊതി തീർന്ന ധാരാ മദീന, കൊണ്ടുപോയെത്ര ജീവൻ നബീന. ശരിയാട്ടോ, ആ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ആരാ ഇപ്പം പൂതി തീർന്നത്? മദീനത്തേക്ക് പോയിട്ട് എനിക്ക് പൂതി തീർന്ന് ഞാൻ പോണില്ല എന്ന് പറയാൻ ഈ ദുനിയാവിൽ ആരെങ്കിലും ഉണ്ടോ? പോട്ടെ,
ഫാത്തിയ ഓതാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി, കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇപ്പോൾ ഫാത്തിയ എനിക്ക് പൂതി ഇരുന്നിക്കണം, ഇനി വേറെ സൂറത്തായാൽ മതി എന്ന് ഏതെങ്കിലും ഇമാമിനോട് ആരെങ്കിലും പറയണോ? ഫാത്തിയ എത്ര കേട്ടാലും പൂതിയിരൂല. ഞങ്ങൾ ആ സ്ഥാനത്ത് വേറൊരു പാട്ട് പാടി നോക്കാണ്. ഞാൻ ഇപ്പോൾ ഈ പാടിയ പാട്ട് ഇപ്പം മൻസൂർ വരുന്നുണ്ട്, അയാളോട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ട് ഒരു പ്രാവശ്യം ഒരു പാട്ട് കേട്ട് ആൾ രണ്ടാമതിൻ്റെ പാടി നിങ്ങൾ വെക്കും, മൂന്നാമത് പാടി നിങ്ങൾ എഴുത്ത് കൊടുക്കും ഇറങ്ങിപ്പോവാൻ. അയാളെ പാട്ട് ഉഷാറില്ലായിട്ടല്ല, ഇനിയിപ്പോൾ അയാളല്ല, സാക്ഷാൽ ദാസേട്ടൻ വന്ന് പാടുക നോട്ട്. ഒരു പാട്ട് എത്ര തവണ നമ്മൾ കേൾക്കും? പക്ഷെ ഫാത്തിഹ കേൾക്കാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇന്ന് വരെ പറയാന്നല്ല, മനസ്സിൽ തോന്നിക്കണോ എന്തത് ഒരു ഈദിന സലാത്തുൽ മുസ്തഖീം പറയില്ല, അത് റസൂലുള്ളാഹിന്റെ മോചിതത്താണ് പറയില്ല. ബുദ്ധിയുള്ളവർക്ക് ഇതൊക്കെ പോരെ, ഒക്കെ കറക്റ്റാണല്ലോ. എവിടെ ജനിച്ചു, എവിടെ, എങ്ങനെ തുപ്പി, എങ്ങനെ നടന്നു, എങ്ങനെ വാങ്ങി, എങ്ങനെ കൊടുത്തു, എങ്ങനെ കച്ചവടം, എങ്ങനെ ആടിന് വെച്ചു, എങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്തു, എങ്ങനെ നിക്കാഹ്, എങ്ങനെ തൊലാക്ക്, എങ്ങനെ പള്ളി, എങ്ങനെ അയൽവാസി, എങ്ങനെ കുടുംബം, എങ്ങനെ ചിരി, എങ്ങനെ കരച്ചിൽ, എങ്ങനെ കണ്ണ്, എങ്ങനെ കാല്, എങ്ങനെ മൂക്ക്, എങ്ങനെ കാത്, എങ്ങനെ മുടി, വാർന്നാൽ എങ്ങനെ, വാരാത്തപ്പം എങ്ങനെ, എങ്ങനെ തലയെക്കെട്ട്, എങ്ങനെ വടി, എത്ര വടി, ഏതെല്ലാം സ്ഥലത്ത് കൂടി പോയി, എന്തിനാ അങ്ങനെ പോയത്, മുരട്ടെന്ന് നരച്ചു 17 എണ്ണം. അതെന്താ നിരക്കാൻ കാരണം? എല്ലാം ആരാ തൊട്ടിയിലിട്ടത്, ആരാ ആട്ടിയത്, ആട്ടിപ്പ പാടിയ പാട്ടേതാണ്? നിങ്ങൾ ഗാന്ധിജിനെ കുറിച്ച് കളിച്ചു നോക്കി. ഗാന്ധിജിനെ മീശപ്പ ഞാൻ ചോദിച്ച ഫിഹ് കൗലാനി മാറൂഫാനി. ഗാന്ധിജിയെ കണ്ട ആൾക്കാരൊന്നും ഉണ്ടോ? പക്ഷെ മീശ എങ്ങനെയാന്ന് ചോദിച്ചാൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. ആരാപ്പം അതൊക്കെ നോക്കിയെടുക്കണ്? നിങ്ങളിപ്പോൾ നമ്മളൊക്കെ മുടി എത്ര നരച്ചിക്കണെന്ന് നിരക്കാൻ തുടങ്ങിയപ്പോൾ അറിയില്ല എണ്ണിക്കണം, പെണ്ണുങ്ങൾ എണ്ണിക്കണം. കാരണം നേരെ ബാർബർ ഷാപ്പിലെ കൊട്ടയ്ക്കല്ലേ ഇതാരാ എണ്ണ നിൽക്കുന്നത്? അയാളാണെങ്കിലും കൊണ്ടുപോയിട്ട് അപ്പുറത്തും കുഴിച്ചിടും. ഇതാരാ എണ്ണ നിൽക്കുന്നത്? യാ അല്ലാ, അങ്ങനെ ഒറ്റ ആളുള്ളൂ കേട്ടോ, രണ്ടാമതൊരാളില്ല. ആ ചരിത്രം രേഖപ്പെടുത്തിയ ലക്ഷക്കണക്കിന് പണ്ഡിതന്മാരുടെ ചരിത്രത്തിനായിട്ട് വേറെ കിതാബ്, കാരണം ഇതിൽ കളവുണ്ടാകാൻ പാടില്ല. യാ അല്ലാ, അങ്ങനെ ഒരാൾ, ഇത് ഐതിഹ്യമല്ല, ഒരിക്കലും ഇല്ല. ഇത് ഞാൻ റസൂലുള്ളാഹിനെ കുറിച്ച് സംഗതിയാണ് പറഞ്ഞാൽ അത് ഞാൻ മുതൽ മുത്തനബി വരെയുള്ള മുട്ടണ ശൃംഖല എൻ്റെ കയ്യിലുണ്ടാവും. ഇത് ഏതാളുകൾക്കുള്ളത്? ഐതിഹ്യങ്ങൾ ഇങ്ങനെ മഴ പറഞ്ഞപ്പോൾ പാശുരാമൻ മഴ കഴിഞ്ഞപ്പോൾ കാരലുണ്ടായി എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ പറഞ്ഞു പോലല്ലോ. ഇത് ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു? ഒന്നുമില്ലല്ലോ, നമ്മളതിനെ ചെറുതാക്കല്ല. പക്ഷെ ഇത് ഐതിഹ്യമല്ല, ഇത് പരമസത്യമാണ്, ചരിത്ര പൂന്തോപ്പാണ്, പൂന്തോപ്പിലെ രാജനാണ് മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ്. ചിന്തിക്കണേ. അപ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങൾ കൊതിക്കുന്നത്, നമ്മുടെ ഹൃദയങ്ങൾ മുത്തുനബിയിലേക്ക് ആടുകയാണ്, ആന്തോളനം കൊള്ളുകയാണ്. ഭാവിയിലേക്കുള്ള കുതിപ്പിന്റെയും ഭൂതത്തിലേക്കുള്ള കുതിപ്പിന്റെയും മൂഞ്ഞാലിലാണ് ഇഷ്കുള്ളത്. ഭാവിയുടെ പ്രതീക്ഷയിലേക്കുള്ള ഹൃദയത്തിന്റെ ഊഞ്ഞാലാട്ടമാണ്. ഗതകാല ചരിത്രത്തിന്റെ തിരുത്തലുകളാണ് നമ്മുടെ ജീവിതത്തിൽ വഴി കാണിക്കേണ്ടത്. മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെ മാപ്പില്ലാത്തവരുണ്ടോ? അവിടെ കാരുണ്യം വാങ്ങാത്തവരുണ്ടോ? അവിടുത്തെ നീതി അറിയാത്തവരുണ്ടോ? അവിടുത്തെ പ്രകാശം കിട്ടാത്തവരുണ്ടോ? രാത്രിയിൽ 2 സ്വഹാബാക്കൾ മുത്തനബിയുടെ അരികിൽ വന്നുകൊണ്ട് ഖുർആൻ പഠിക്കുകയാണ്. പഠനം കഴിഞ്ഞവർ തിരിച്ചു പോയപ്പോൾ പാതിരാവിന്റെ ഉള്ളാവുകയാണ്. പക്ഷേ പുറത്തിറങ്ങിയപ്പോഴേക്ക് 2 പേർക്കും നടക്കാൻ ഉതകുന്ന വിധത്തിൽ പരിപൂർണമായ പ്രകാശത്തിന്റെ ഒരു അവസ്ഥ അള്ളാഹു കൊടുക്കുകയാണ്. ടോർച്ചില്ല കയ്യില്, മെഴുകുതിരിയില്ല കയ്യില്, നടന്നു പോകുന്ന സ്ഥലത്ത് ഒരിക്കലും ബൾബുകളുമില്ല. ഇരുട്ടത്ത് നടക്കുമ്പോൾ മുത്തനബിയുടെ ചാരെ നിന്ന ആളുകൾക്ക് പുറത്ത് കടന്നപ്പോൾ നടപാതയിൽ അത്ഭുതകരമായ വെട്ടമാണ്. കാരണം മുസ്തഫ നബിയുടെ നൂറാണ്. ഈ സഹാബാക്കൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഒരു പരീക്കും മറ്റാൾ മറ്റേ പരീക്കുമാണ്. അപ്പോൾ ചരിത്രം പറയുന്നു, 2 ആൾ 2 സ്ഥലത്തേക്ക് പിരിഞ്ഞപ്പോൾ ഈ പ്രകാശം 2 പകുതിയായിട്ട് ഒരാളെ കൂടെ അങ്ങോട്ടും മറ്റൊരു പകുതി മറ്റാളെ കൂടെ അങ്ങോട്ടും പോയി. യാ അല്ലാ, ഇത് സ്വഹീഹ് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, എന്തെങ്കിലും എടുത്ത് പറയില്ല. ഈ നൂറാണ് നമ്മൾ സംശീകരിക്കേണ്ടത്. ആ ഫിസിക്കലി നൂറായിക്കൊള്ളുന്നില്ല, നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് ഹൃദയത്തിന്റെ പ്രകാശമല്ലോ ഏറ്റവും വലിയ പ്രകാശം. ഇന്ന് എല്ലാ നിലക്കും ഉഷാറാ, വീട് നല്ല ഉഷാറാ, വണ്ടി അതിനേക്കാൾ ഉഷാറാണ്, തുണികുപ്പാണെങ്കിൽ അതിനേക്കാൾ ഉഷാറാണ്. പക്ഷേ മനസ്സ് കെട്ടുപോയി. റസൂലുള്ള 13 കൊല്ലം പ്രവർത്തിച്ചത് മനസ്സിന്റെ അറ്റകുറ്റപ്പണിയാണ്. മക്കത്ത് 13 കൊല്ലം ഒരൊറ്റ നിയമമില്ലല്ലോ, നിസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജില്ല. നിസ്കാരം മക്കയിലുണ്ടായപ്പോൾ നിർബന്ധമായിക്കണമെങ്കിലും വ്യവസ്ഥാപിതമായിട്ട് ജമാഅത്തായിട്ടൊക്കെ തുടങ്ങിയ മദീനയിൽ പോയിട്ടാണ്. മറ്റുള്ള ഇസ്ലാം കാര്യത്തിലെ എല്ലാ അമലും
ഷഹാദത്ത് കലിമല്ലാത്ത എല്ലാ അമലും മദീനയിൽ പോയിട്ട് 2 കൊല്ലം കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ മക്കത്ത് എന്തായിരുന്നു? ഈ മർദ്ദന തണ്ടന പീഡനങ്ങൾക്കിടയിൽ മുത്തനബിൻ്റെ പണി എന്താണ്? സഹാബാക്കളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അറ്റകുറ്റപ്പണി നടത്തുക. അവിടേക്ക് ഇനി കുറച്ച് വെച്ചു കൊടുത്താൽ മതി, കാരണം ഒഴിവാക്കൊന്നും ഉണ്ടാവില്ല. അള്ളാഹു നമ്മുടെ ഹൃദയങ്ങൾ മുത്തനബിയുടെ പ്രകാശം കൊണ്ട് കീടങ്ങൾ കരിച്ചേറ്റ് ആമീൻ പറയും. മുത്തുനബിയുടെ പ്രകാശം കൊണ്ട് അള്ളാഹു നമ്മുടെ കീടങ്ങളെ കരിച്ചു തരട്ടെ. എല്ലാ കീടങ്ങളും കരിയുന്ന മരുന്നല്ലയോ അള്ളാന്റെ ഹബീബേ നബിയുനാ റസൂലുള്ളാഹി. അവിടെയല്ലേ നമ്മൾ ഒരു മഹാനായ സ്വഹാബിയെ വായിച്ചു പോവുകയാണ്. മഹാനായ സ്വഹാബി ഫളാലത്താണ്. അവർ അള്ളാന്റെ റസൂലിന്റെ ബദ്ധവൈരിയാണ്. മുസ്തഫ നബിയെ വധിക്കാൻ പലപ്പോഴും പരിശ്രമിച്ച ആളാണ്. മക്കം ഫതഹിന്റെ ദിവസം മുസ്തഫ നബി കഅബയെ തവാഫ് ചെയ്യുന്നത് ഫളാലത്ത് കാണുകയാണ്. ഫളാലത്തിന് സുമുഖിയായ ഒരു കാമുകിയുണ്ട്. ആ കാമുകിയും അല്ലാഹുവിന്റെ റസൂലിന്റെ കഠിന ശത്രുവാണ്. ആ കാമുകിയുമായി പ്രണയത്തിന്റെ രതിക്രിയ നടത്തുമ്പോഴാണ് അല്ലാഹുവിന്റെ റസൂൽ തവാഫ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. ഫളാലത്ത് പറഞ്ഞു, പെണ്ണേ നീ ഇവിടെ നില്ല് പെണ്ണേ, ഞാൻ ആ മനുഷ്യന്റെ തലയെന്റെ മൂർത്ത വാൾത്തുമ്പിൽ കോർത്ത് ഇങ്ങോട്ട് വരാം, എന്നിട്ട് നമുക്ക് പിന്നീട് സംസാരിക്കാം. അവൻ എന്റെ ശത്രുവാണ്, എന്റെ നാടിന്റെ ശത്രുവാണ്, നിന്റെ ശത്രുവാണ്, നമ്മുടെ കുടുംബത്തിന്റെ ശത്രുവാണ്. അതുകൊണ്ട് പെണ്ണേ കൂർത്ത മൂർത്ത വാൾത്തുമ്പത്ത മനുഷ്യന്റെ ശപിക്കപ്പെട്ട തല കോർക്കാതെ ഇനി എനിക്ക് വിശ്രമമില്ല. അപ്പൊ കാമുകി എല്ലാ നിലക്കും സപ്പോർട്ട് കൊടുത്തിട്ട് സഹായിച്ച് പറഞ്ഞയച്ചു. ഫളാലത്ത് നല്ല മൂർച്ചയുള്ള ഘടുകം അരയിൽ വെച്ചിട്ട് വരികയാണ്. എവിടുക്കാ വരണത്? റസൂലുള്ളാഹിന്റെ ശിരസറക്കാൻ. അല്ലാഹുവേ, ഇത്ര കൂടുതൽ കൊലഭീഷണി ഉണ്ടായ ഒരാൾ ലോകത്തുണ്ടായിട്ടില്ല, ഇത്ര കൂടുതൽ. പക്ഷേ എന്നിട്ട് ജനങ്ങൾക്ക് രോമം തൊടാൻ പറ്റിയില്ല. കാരണം വല്ലാഹു യാസിമുക മിനന്നാസ്. ഈ ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ള പലപ്പോഴും സഹാബാക്കളോട് പറയാറുണ്ട്, എല്ലാവരും മാറിക്കേ, എനിക്കാരും സെക്യൂരിറ്റി വേണ്ട, കാരണം എനിക്ക് പ്രൊട്ടക്ഷൻ അല്ലുണ്ട് എന്ന് ഖുർആനിലുണ്ട്. വല്ലാഹു യാസ്. അപ്പോൾ റസൂലുള്ളാഹിക്ക് ഇറങ്ങുന്ന ആയത്തിനെ കുറിച്ച് റസൂലുള്ളാഹിക്ക് എത്ര ഒരു വിശ്വാസമുണ്ട്. കള്ളശൈഖന്മാർക്കും കള്ളസിദ്ധന്മാർക്കും ഉണ്ടാവില്ല. അവരോരോന്ന് പറഞ്ഞ് ജനങ്ങളെ കോപ്പിരാട്ടത്തരത്തിലൂടെ അവരെ പോക്കറ്റ് കാലിയാക്കിയിട്ട് അവൻ്റെ കുമ്പ് ഉറപ്പിക്കുക എന്നല്ലാതെ അവർ പറഞ്ഞതിനെ കുറിച്ച് ഓൽക്കൊരു പൊടി വിശ്വാസം ഉണ്ടാവില്ല. ഇത് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ വിശ്വാസം റസൂലിനാണ്. നിങ്ങൾ നോക്കൂ, 6 സൗറിൽ 2 ആൾക്കാർ പെട്ട് നിൽക്കുക. വീട്ടിലേക്ക് കൊല്ലാൻ വന്ന ആ 100 ആളുകൾ മല മുകളിൽ കയറിയിട്ട് 6 സൗറിൻ്റെ അവിടെ എത്തുക. എന്നിട്ട് പേടില്ലാതെ സിദ്ദീഖുൽ അക്ബറിൻ്റെ മടിയിൽ തല വെച്ചിട്ട് ഉറങ്ങുക മുഹമ്മദ് മുസ്തഫ. ഞാൻ ആ ചരിത്രം പറയുന്നില്ല, നിങ്ങൾ കേട്ടതാണ്. പക്ഷെ അതിൻ്റെ ഉള്ളിലൊരു കാമ്പുണ്ട്. അത് ചിന്തിച്ചാൽ ചിലപ്പം കരച്ചിലും വരും, ചിലപ്പം ചിരിയും വരും. അല്ലേ? അവിടെ മടി കിടക്കുക, പുറത്ത് ഗുഹാമുഖത്ത് വാളിങ്ങനെ കാണുന്നു. ഒരാളല്ല, 100 ആള്. പടച്ചോനെ, പൊട്ടിയൊലിച്ചുള്ള കണ്ണുനീർ തുള്ളികൾ പെട്ടെന്നേ മുത്തേ റസൂലിന്റെ വട്ടാമുഖത്തൽപ്പം തട്ടിയ നേരത്തെ ഞെട്ടിയുണന്നേവർ നോക്കുന്നേ. പൊട്ടിയൊലിച്ചുള്ള കണ്ണീർ തുള്ളികൾ പെട്ടെന്നേ മുത്തേ റസൂലിന്റെ വട്ടാമുഖത്തൽപ്പം തട്ടിയ നേരത്തെ ഞെട്ടിയുണന്നേവർ നോക്കുന്നേ. എന്താ സിദ്ദീഖോരേ നിങ്ങൾ കരയുന്നു, എന്ത് പിണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്, എൻ്റെ മനതാറിൽ വേദന തിങ്ങുന്നു, എല്ലാം നബിയോടാ അബൂബക്കർ ചൊല്ലുന്നു. ഉമനീർപ്പൂരട്ടി നബി സിദ്ദീഖീൻ ഉഗ്രവിഷമിറങ്ങി. നമ്മുടെ നാട്ടിൽ മര്യാദ കോടിയിരുന്ന നല്ല പാട്ടുകളിൽ പാട്ടാണ്. നിങ്ങളൊക്കെ ചെറുപ്പത്തിലല്ല കേട്ടെ? നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഇതാ കേട്ടിരുന്നത്. ഇന്ന് ഇങ്ങനത്തെ ഒക്കെ പാട്ട് കേട്ട് എത്തിങ്ങാനേ കാര്യം ഇറച്ചാക്കേണ്ടി വരും. ഇതൊന്ന് കേട്ടിട്ടാണ്. യാ അല്ലാ, എന്തൊരു രസം. നമ്മളെ പഴയ കാലല്ലേ, കല്യാണം
എനിക്കൊക്കെ ഓർമ്മയുണ്ട്, കല്യാണം മദ്രസയിൽ പഠിക്കണം കല്യാണം. അപ്പം ഉണ്ടാവും എ വി മോഹൻ സാഹിബിൻ്റെ പാട്ട് വെച്ചിരിക്കുന്നത്. മനുഷ്യ നീ മറന്നിടുന്നോ, മത്താടി നടന്നിടുന്നോ, ധനമോഹം കവർന്നിടുന്നോ, ദുനിയാവി വിടൂലെന്നോ. ആ പാട്ട് കേട്ടാൽ വേഗം പള്ളി പോയി നിസ്കരിക്കും. സംഗതി പാട്ടാണ്, പക്ഷെ വയലാണ്. മനുഷ്യ, അതിനെ ഖുർആൻ പറഞ്ഞു യാ അയ്യുഹൽ ഇൻസാൻ യാ അയ്യുഹന്നാസ്. അതിനെ പറഞ്ഞത് മനുഷ്യ. ആ വെളിയിൽ തന്നെ തിരിഞ്ഞു നോക്കും. എന്തേ പിന്നെ ചോദിക്കണേ നീ മറന്നിടുന്നോന്നാ. ആ മറന്നിക്കണ്, നിങ്ങൾ പറഞ്ഞത് ശരി തന്നെ കേട്ടോ, ഞാൻ മറന്നിക്കണ്. എന്ത് മനോ, ഇന്നിപ്പോൾ ആ രീതിയിലൊരു പാട്ടില്ല. അപ്പം മൗലിദൊക്കെ ആ രീതിയിൽ ഇറങ്ങിക്കണ്, തർക്കടില്ല. അസ്സലാത്തു അലന്നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഇൽ അബ്താഹി വൽ ഹബീബിൽ അറബി ഇർതകബ്തു അലൽ ഖത്താ غير حصر وعدد لك أشكو فيه يا سيدي خير النبي. ഒന്നറക്കം എല്ലാം കൂടി. അസ്സലാത്തു അലന്നബി വസ്സലാമു അലർ റസൂൽ. ഇത് വെള്ളിയാഴ്ച കേട്ടോ, സലാത്ത് അവതരിപ്പിച്ചോളി. വെള്ളിയാഴ്ചയാണ്. സ്വലാത്തിൽ ക്ലിക്കായാൽ സ്വർഗ്ഗം ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. ഒരാൾക്ക് സ്വലാത്ത് അവതരിപ്പിക്കാൻ തോഫീക്ക് കിട്ടിയാൽ അതിനർത്ഥം നരകത്ത് പോകില്ല എന്നാണ്. അപ്പോൾ കുറച്ച് കുഴപ്പമുണ്ടെങ്കിലോ അതൊക്കെ അല്ലാണ്ട് പരിഹരിച്ചു തരും. അതിനർത്ഥം സ്വലാത്തില്ലിട്ട് കുഴപ്പമുണ്ടാക്കാൻ പോകണമെന്നല്ല. മര്യാദക്ക് സ്വലാത്തില്ല ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. മനസ്സിലായില്ലേ? ഇപ്പോൾ പള്ളി കാണ്ട് കയറുക, ജമാഅത്തിന് പങ്കെടുക്കുക, എന്നിട്ട് അങ്ങാടിക്കണ്ട് ഇറങ്ങുക. അവിടെ ഉണ്ടാവും ഒരു ബിഡൽ ബെഞ്ച്, ബുഡൂസ് ബെഞ്ച്. അവിടെ ആണ്ടിരിക്കുക. ഈ ജമാഅത്തിന് പങ്കെടുത്ത കാക്കാർ കാൽമക്കാൽ ഏറ്റ എന്തോരോ വസ്ത്രം ഇടാൻ മറന്നാൽ ആ ഭാഗം മൊത്തം എരപ്പാവും ചെയ്യും. എന്നിട്ട് അങ്ങനെ തിന്ന നാട്ടുകാരെ നിൽക്കാറ് താമ്പ് ഉണ്ടാവുമല്ലോ. താമ്പിന് ഇപ്പോൾ കുറവില്ലല്ലോ, കാരണം ബാംഗ്ലൂരിൽ നിന്ന് കൊടുത്തേക്കണ ആ കാർപ്പറ്റ് ഒരു തറാവി സ്കരിച്ചാൽ താമ്പ് വരും. നാളെ ഒരു സ്ഥലത്ത് വേദനയപ്പോൾ ഒരു താമ്പുള്ള മനുഷ്യനെ കണ്ടു, ഭയങ്കര താമ്പ്. ഞാൻ അയാളെ കൈ പിടിച്ചു പ്രത്യേകം വരക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ആൾ അടിയും തോണ്ടിയിട്ട് പറഞ്ഞു പറയണ്ട, ഇവിടുത്തെ MDM കച്ചവടം നടത്തുന്ന ആളാന്ന് പറഞ്ഞു. താമ്പുണ്ട്, ലഹരിയുണ്ട്. അതാണ് ഇപ്പം ഏതാ നല്ലത് ഫാസ്റ്റിംഗ് തിരിച്ചറിയാത്ത കാലം. താമ്പുള്ളവരൊക്കെ മോശമെന്നല്ല കേട്ടോ, വലിയ മഹാന്മാർ ഈ സ്റ്റേജിലും താഴെയൊക്കെ ഉണ്ട്. ഞാൻ കുറ്റം പറയല്ലേ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഇപ്പം കുറ്റിപ്പുറത്ത് ഏതോ റംസാന് താമ്പ് വിറ്റിനാല 30 റുപ്യക്ക് ഒട്ടിച്ചങ്ങാണ്ട് ആൾക്കാരിങ്ങനെ പുരയ്ക്ക് കയറി റംസാന്. അപ്പോൾ താമ്പ് ഉണ്ടായാൽ 10 കൊടുക്കാൻ കരുതിയ ആൾ 100 കൊടുക്കും. വൈകുന്നേരം തിരിച്ചു കൊടുത്താൽ 40 റുപ്യ. ഇത് ഒട്ടിച്ചേ തിരിച്ചറിയില്ല. അങ്ങനെയൊക്കെ എല്ലാതും ഇറങ്ങണ കാലമാണ്. ഇനിയിപ്പോൾ എന്തൊക്കെ ഇറങ്ങാൻ പോകണമെന്ന് അറിയില്ല. അപ്പോൾ ലോകം നമ്മളെ കയ്യിൽ നിന്ന് പോയല്ലോ. നമ്മളെ മലപ്പുറത്തും നമ്മളെ പഞ്ചായത്തിലേക്ക് അമ്മാരെ കൊല്ലുന്ന കുട്ടികളായില്ലേ, അതിൻ്റെ മേലുണ്ടഞ്ഞ് ഞാൻ എന്താ വരാൻ ബാക്കി. ഇന്നൊരാൾ എന്നോട് വിളിച്ചറിഞ്ഞു, ഗൾഫിൽ നിന്ന് വന്നപ്പോൾ 12 വയസ്സായ മോനെ കാണാനില്ല. ഇന്ന് വിളിച്ച് പറഞ്ഞതാണ്. വാപ്പ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ വരിയിൽ 12 വയസ്സായ മോനെ കാണാനില്ല. മോൻ ഒരുപാട് വൈകിട്ട് വന്ന്. വാപ്പ ഗൾഫിൽ നിന്ന് ആദ്യം കാണില്ലേ, ബനാ ലെവലൊന്നുമില്ല. എവിടെ ഇരുന്നടാ? നോ, പറയാൻ പാടില്ല. മൈ ബോഡി മൈ ചോയ്സ്. ദിനേശ് പേടി വലുപ്പമുള്ള കുട്ടികളെ പോയി ചോദിക്കുന്നത്. ഇതിൻ്റെ പേരാണ് ലിബറലിസം. ലിബറലിസം എത്തിസം ഒന്നല്ല കേട്ടോ. ഉസ്താദ്മാർ ചില ആൾക്കാർ ഒന്നായി അവതരിപ്പിക്കാറുണ്ട്, രണ്ടും രണ്ടാണ്. എത്തിസം എന്ന് പറഞ്ഞാൽ പച്ചക്ക് ദൈവനിഷേധമാണ്. ലിബറലിസം അതല്ല. ലിബറലിസം മതത്തെ എതിർക്കൂല, അള്ളാഹിനെ നിഷേധിക്കൂല. ലിബറലിസം എന്ന് പറഞ്ഞാൽ ഉള്ളു കൂടി ഒളിച്ചു കടത്താൻ നിരീശ്വരവാദം. അതാണ്. അവർ റസൂലുള്ളാഹിനെ അങ്ങനെ ഉഷാറാക്കി പറയും, എന്നിട്ട് ലാസ്റ്റ് പറയും 6-ാം വയസ്സിൽ ആയിഷനെ കല്യാണം കഴിച്ചാൽ ശരിയായില്ല എന്ന് പറയും. പിന്നെ ഉഷാറാക്കി പറഞ്ഞൊക്കാണ്ട് പോയി പിന്നെ കുട്ടികൾ മറ്റേമ്മ കൂടും. ഈ ലിബറലിസം നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഇന്ന് പല സ്കൂളിലും ഇതാ ഉള്ളത്. എത്തിസല്ല. എത്തിസം പറയാൻ മാഷന്മാർക്ക് പേടിയാണ്, കാരണം പ്രതിഷേധ പ്രകടനം നടക്കും. ലിബറലിസം എല്ലാവർക്കും ഈസിയാണ്. മൊക്കനിട്ട കുട്ടികളും ചോദിക്കും അതിനെന്താ കുഴപ്പം, ഇത് ലിബറലിസം എന്ന് പറഞ്ഞാണ്. ഇത് ലിബറലിസം എന്ന് പറഞ്ഞാണ്, അതിനെന്താ കുഴപ്പം എന്നുള്ളത്. സ്റ്റേജിൽ നിന്ന് ആരും ഫോണെടുത്ത് സംസാരിക്കരുത്, അത് മൂല്യരാണെങ്കിലും നാടനാണെങ്കിലും. അതുമല്ല, ഇത് ലിബറലിസം കയറിയുള്ള കുഴപ്പമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ ഇവിടെ അടുത്ത് കണ്ണൂർ ഒരു സംശയ നിവാരണത്തിന് പോയിരുന്നു. അപ്പോൾ ഇത്തരം കുറേ കുട്ടികൾക്ക് സമസ്തൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു പരിപാടിയാണ്.
അപ്പോൾ ഞാനിങ്ങനെ സംശയം നേരിടുകയാണ്, അതിന് മറുപടിയും പറയണമല്ലോ. അതിലൊരു കുട്ടി നീച്ചിട്ട് ചോദിച്ചാൽ എന്താ പറയുക, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ്, ഈ പ്രപഞ്ചത്തിലൊരു പദാർത്ഥം സ്വയം ഉണ്ടായിട്ടില്ല, അപ്പോൾ ഇതിനൊക്കെ ഉണ്ടാക്കിയ ഒരാൾ വേണം. വളരെ ബുദ്ധിപരമായ അവതരണം തന്നെയാണ്. പക്ഷേ എനിക്കുള്ള സംശയം എന്താണെന്ന് വെച്ച്, അള്ളാൻ ഉണ്ടാക്കിയതാരാന്ന് വെച്ച്. ഒരു മാലിൽ പ്രസിഡൻറ്റിൻ്റെ മോനക്ക് കിട്ടേണ്ട ചോദ്യമാണത്. ഓനക്ക് കിട്ടേണ്ട മറുപടിയും പഠിക്കേണ്ട വിഷയം. അള്ളാൻ ഉണ്ടാക്കിയ ആളെ കിട്ടണം പോനെ. ഇതൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ ചോദിക്കുകയാണ്. ഞാൻ ആ കുട്ടിക്ക് ഒരു ഉദാഹരണം തിരിച്ചിട്ടിട്ടാണ് മറുപടി അറിഞ്ഞത്. ഞാൻ ചോദിച്ചാൽ അതിന് മറുപടി ഞാൻ പറയാം. അതിന് മുമ്പ് വേറെ സാധനം കണ്ടു തരണം. എന്താ വെച്ച്, ഈ റബീഉൽ അവ്വലും റമദാനും കൂടി ഒപ്പം വന്നാൽ എങ്ങനെ ഘോഷയാത്ര നടത്തുകയെന്ന് വെച്ച്. റബീഉൽ അവ്വലും റമദാനും കൂടി ഒപ്പം വന്നാൽ എങ്ങനെയാണ് ഘോഷയാത്ര നടത്തുക? പട്ടിണി എടുത്തിട്ട് ഘോഷയാത്ര നടത്താൻ പറ്റൂലല്ലോ. അപ്പോൾ എന്താ കിട്ടുകയെന്ന് വെച്ച്. അപ്പോൾ അവൻ പറഞ്ഞ് ചോദ്യം ശരിയായിട്ടില്ല അറിഞ്ഞ്. എന്തിയെന്ന് വെച്ച്, രണ്ടും ഒപ്പം വരൂല അറിഞ്ഞ്. എന്നാൽ എൻ്റെ ചോദ്യം അത്രയും ശരിയായിട്ടില്ല. കാരണം അള്ളാഹ്ക്ക് ഖാലിക്ക് ഉണ്ടാവില്ല. അള്ളാഹ് ഖാലിക്കാണ്. ഖാലിക്ക് പിന്നെ ഖാലിക്ക് ഉണ്ടാവോ? രണ്ടാമത് എല്ലാവർക്കും മനസ്സിലാകാൻ ഞാൻ വേറെ ചോദ്യം വെച്ചു. നിങ്ങൾ ആരെങ്കിലും ചതുരത്തിലുള്ള ഒരു ത്രികോണം കൊടുന്നവരാണെങ്കിൽ 10 കോടി റുപ്യ ഞാൻ തരാറുണ്ട്. അങ്ങനെ ഇപ്പോൾ യുക്തിവാദികളെ വെല്ലുവിളി. എന്നിട്ട് അവരും വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരുമില്ലാന്ന്. എന്നാൽ അതൊന്ന് ഏറ്റെടുക്കി. ചതുരത്തിലുള്ളൊരു ത്രികോണം എൻ്റെ സ്റ്റേജിൽ കൊണ്ടുവന്നാൽ 10 കോടി ഈ കാർപ്പറ്റിനുള്ളിൽ നിന്നാണ് എടുത്തുതരും. ഒരു മുതുകാണം വേണ്ട, ഞാൻ എടുത്തുതരും. അത് വെല്ലുവിളിയല്ല. ചോദ്യമായാലും മറുപടി അറിയുള്ളൂ. എല്ലാത്തിനും മറുപടി അറിയണം. ഇപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കാണ്, ഉസ്താദേ നിങ്ങളെ പേരെന്താ? അബ്ദുൽ ജലീൽ. ബാപ്പാൻ്റെ പേര് കുഞ്ഞാലി മുസ്ലിയാർ. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 4 മക്കൾ. അതിലെത്ര പെൺകുട്ടികളുണ്ട്? 2 പെൺകുട്ടി, 2 ആൺകുട്ടികൾ. ഇനി കൂടി എന്നാവാന്ന് ചോദിക്കാം, നിങ്ങൾക്ക് എത്ര പെണ്ണുങ്ങളുണ്ട് എന്ന്. അല്ലേ? സാധ്യതയുള്ളതാണ്. ഒന്നേ ഉള്ളൂ കേട്ടോ, ഒന്നേ ഉള്ളൂ. അതിൻ്റെ അടുത്തേക്ക് തന്നെ പോകാൻ സമയമില്ല. ഇനി 1-2 കഴിച്ച ആൾ വന്ന് പോയി എന്ന് വരാൻ നിൽക്കണ്ട. പക്ഷേ ഈ ചോദ്യകർത്താവ് എന്നോട് ചോദിക്കാണ്, നിങ്ങൾക്ക് എത്ര വാപ്പുണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാം. കാരണം വാപ്പ ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. ആ ചോദ്യം എത്ര കുട്ടികളുണ്ട് എന്നുള്ള ഓക്കെ, എത്ര ഭാര്യ ഉണ്ട് എന്നുള്ള ഓക്കെ. പക്ഷെ എത്ര വാപ്പ ഉണ്ട് എന്ന് ചോദിച്ചാൽ അത് ചോദ്യമല്ല. കാരണം വാപ്പ ഒന്നേ ഉള്ളൂ. അള്ളാനെ സൃഷ്ടിച്ച ആരാന്ന് ചോദിച്ചാൽ ചോദ്യമല്ല. കാരണം സൃഷ്ടിക്കപ്പെട്ട അള്ളാഹ് ആവൂല. ആദ്യം ഡെഫിനിഷൻ പഠിച്ചേക്കണ്ടേ. ഖുൽ ഹുവല്ലാഹു അഹദ്. ഇതൊന്നും പഠിക്കൂല. ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചു വിടാം. ഇതാണിപ്പോൾ എത്തിസ്റ്റുകളുടെയും ലിബറിസ്റ്റുകളുടെയും പരിപാടി. അങ്ങനെ ചോദിക്കാം. കൊഴി പറക്കുന്നു, കാക്ക പറക്കുന്നു, ആന പറക്കാത്തതെന്ത് കൊണ്ട്? അപ്പോൾ കുട്ടികൾ കോഴി പറക്കണ്, കാക്കും പറക്കണ്, എന്താ ആന പറക്കാത്തത്? ആനക്കുണ്ടല്ലോ ഈ കോഴിക്കും കാക്കൊക്കെയുള്ള മാതിരി ചിറകില്ലെങ്കിലും ചെവി ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ കുറഞ്ഞിട്ടാണ് പറഞ്ഞൂടെ. അപ്പോൾ കുട്ടികളാകണ്ട് തരിച്ചിക്കാണ്. മാഷ് ചോദിച്ചത് ഭയങ്കര ചോദ്യം കേട്ടോ. അതിൽ മറുപടി പറയാതെ കുട്ടികൾ ഇങ്ങനെ വൈബ്രേഷൻ അയക്കുമ്പോൾ മാഷ് എന്തുകൊണ്ടെന്ന് ചോദിച്ചിട്ട് ഉത്തരം പറയാത്തത് എന്ത് കൊണ്ട്? അതിൽ കുട്ടികൾ എന്നാ ഈ ചങ്ങായിക്ക് മനസ്സിലാക്കിയ പോലെ ആനെങ്ങാനും പറഞ്ഞിട്ട് ബസ് സ്റ്റാൻഡിൽ വീണ എന്താ കട്ടുക? 10-12 അപ്പം തന്നെ പോകൂലേ? കോഴി വീണ ബിരിയാണി വെച്ചുകൂടെ ആൾക്ക് പൈസ കൊടുത്താൽ പോരെ കോഴിൻ്റെ ആൾക്ക്? ഇങ്ങനെ കുറേ അങ്കലാപ്പിലാക്കണ പൊട്ടീസുള്ള ചോദ്യങ്ങൾ. അയിമലാണ് ഇപ്പോൾ യുക്തിവാദികൾ പിടിച്ചിരിക്കുന്നത്. ഈ ജബ്ബാർ മാഷൊക്കെ ഉണ്ടല്ലോ, അയാൾക്ക് അറബിയിൽ ഒരക്ഷരം പോലും മഹർജ് എന്ന് പറയാൻ കഴിയില്ല. എന്നിട്ട് മൂപ്പര ഖുർആൻ്റെ തഫ്സീർ ഉണ്ടാക്കുന്നത്. എന്താണ് അറബിന്ന്? സഹാദത്ത് കലിമ എന്നാ പറഞ്ഞത്. ഷീന് പറയാൻ ആൾക്ക് കഴിയണില്ല. എന്നിട്ട് അയാളാണ് ഇപ്പോൾ ഖുർആൻ്റെ തഫ്സീർ. അത് കേട്ടാണ് കുറേ ആൾക്കാർ ഇസ്ലാമിനെ കളിയാക്കുക. യാ അല്ലാ, ഞാൻ ഒരിക്കൽ അയാളോട് പറഞ്ഞു, പ്രസംഗത്തിൽ പറഞ്ഞു, നിങ്ങൾ പൊള്ളു പറയുകയാണെങ്കിൽ മാഷെ പരിധി വെച്ച് പറഞ്ഞോളി, പരിധിക്ക് പുറത്ത് പറയരുത്, അത് ആൾക്കാർ വിശ്വസിക്കില്ല. നിങ്ങൾ പറഞ്ഞോളി, പൊരൻ്റെ അടുത്ത് തോട്ടിൽ ചൂണ്ടലിട്ടപ്പോൾ അയിലനെ കിട്ടിക്കണമെന്ന് നിങ്ങൾ പറഞ്ഞോളി. തോട്ടിൽ അയിലുണ്ടാവുമോ? പക്ഷെ പൊട്ടന്മാർ വിശ്വസിക്കും. മാഷ് കൽപ്പം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കും. പക്ഷെ ചൂണ്ടലിട്ടപ്പോൾ പൊരിച്ച അയിലിനെ കിട്ടിയെന്ന് പറയരുത്. കാരണം അതാരും വിശ്വസിക്കൂല. ജബ്ബാർ മാഷ പണിപ്പോയി സുഖമില്ലാതായപ്പോൾ ഇങ്ങനത്തെ ഓരോ വിടലാണ്. നാളെ അയാൾ ഒരു സ്ഥലത്ത് എന്താണെന്നറിയോ, യാസീൻ ഓതിയാൽ വ്യഭിചരിക്കാം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയോ? അപ്പോൾ ഈ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാക്കിയ പോരെ അത് മുത്തുനബി പറയില്ല എന്ന്. പക്ഷെ കുട്ടികൾക്ക് സംശയം, അങ്ങനെ ഹദീസ് ഉണ്ടോ? ഇതപ്പോൾ പ്രശ്നം. അപ്പോൾ മാഷ കണ്ടുപിടുത്തം എങ്ങനെയാ നിങ്ങൾ? യാസീൻ ഓതി ദ്വാരുന്ന ദോഷങ്ങളൊക്കെ പൊറുക്കുന്ന ഹദീസിലുണ്ട്. അതിൽ മൂപ്പര് ഗവേഷണം ചെയ്യാണ്. എങ്ങനെ യാസീൻ ഓതി ദ്വാരുന്ന ദോഷം പൊറുക്കും. അപ്പോൾ ഈ കാക്കാക്ക് കിട്ടുകയാണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? വ്യഭിചരിക്കുക, യാസീൻ ഓതുക, കള്ളുടിക്കുക, യാസീൻ ഓതുക. ഇതപ്പം അതിൻ്റെ അർത്ഥം. ഞാൻ അതിന് മറുപടി പറഞ്ഞപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ വെച്ച് കൊടുത്ത്. പെരിന്തൽമണ്ണ ഡോക്ടർ ഉണ്ട്, ഏത് എല്ല് പൊടിഞ്ഞാലും മൂപ്പര് ശരിയാക്കും. ഈ ബോർഡ് വായിച്ചപ്പോൾ ഒരാൾ വണ്ടി മുമ്പ് കാണിച്ചാടുക എല്ല് പൊടിയാൻ. കാരണം ഡോക്ടർ ഉണ്ടല്ലോ അവിടെ. ഇങ്ങനെ അർത്ഥമാക്കൽ.
ഇതിൻ്റെയൊക്കെ ബാക്കിലാണ് ഇന്നത്തെ സമൂഹം എന്നാണ് ഞാൻ പറയുന്നത്. ലിബറലിസ്റ്റുകളെയും എത്തിസ്റ്റുകളെയും സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കൊലായികളിൽ അടുത്ത കാലത്ത് യുക്തിവാദികൾ നിറയും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിൻ്റെ ഇടയിൽ നിങ്ങൾ നബിദിനത്തിന് കരിവാരി തേക്കാനും മഹാന്മാരെ അവമതിക്കാനും കുറച്ച് ആൾക്കാരെ നമ്മളെ കൂട്ടത്തിൽ വേറെയും. രണ്ടിൻ്റെ ഇടയിലാണ് സമസ്ത ഉള്ളത്. ഈ സമസ്തയിൽ ഉറച്ചു നിന്നിട്ട് പോരാട്ടം നടത്തൽ കാലഘട്ടത്തിൻ്റെ ജിഹാദ. അതിനാണല്ലോ ഇവരൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇവരൊക്കെ തിരക്കില്ലാത്തവരാ നേർച്ചകൾ, ഇവരൊക്കെ തിരക്കുള്ളവരല്ലേ. നമ്മൾ ഉസ്താന്മാർക്ക് താങ്ങും തണായിട്ട് ഇരിക്കണ എന്താ? ഇരിക്കാൻ വേറെ സ്ഥലമില്ലാത്തതുകൊണ്ടാ? കാലഘട്ടത്തിൻ്റെ ജിഹാദ് പേന കൊണ്ടാണ്, വാളുകൊണ്ടല്ല. പേന കൊണ്ടും നാവ് കൊണ്ടുമാണത്. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു മിഅതി ഷഹീദ് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ട് ഞാൻ മദ്ഹിലേക്ക് തന്നെ കയറിയിട്ട് വളരെ മൻസൂർ എത്തിക്കൊണ്ട് വരാൻ പറയാം. എന്നങ്ങോട്ട് വന്നോട്ടെ, ഞാൻ നിർത്തി. എല്ലാവരും ഒരു ഒന്നൊന്ന് മനസ്സ് മദീനയ്ക്ക് കൊണ്ടുപോയിട്ടോ. എന്നിട്ട് മൻസൂർ വന്നിട്ട് അദ്ദേഹത്തിന് പാട്ടും എല്ലാവരും ഒന്ന് മനസ്സ്. വെള്ളിയാഴ്ച രാവാണ്, മറക്കണ്ട, വെള്ളിയാഴ്ച രാവാണ്. യോമുൽ ജുമുഅ ഈ ദിവസമാണ് ഖദീജാവിനെ മുത്തനബി കല്യാണം കഴിച്ചത്, മറക്കണ്ട. മൂസാ നബി സഫൂറാബീനെ കല്യാണം കഴിച്ചത് വെള്ളിയാഴ്ചയാണ്. ആദൻ അലൈഹിസ്സലാം സൃഷ്ടിക്കപ്പെട്ട വെള്ളിയാഴ്ചയാണ്. ഖിയാമത്ത് നാൾ വരാനുള്ളത് വെള്ളിയാഴ്ചയാണ്. അള്ളാഹിൻ്റെ റസൂൽ ഖദീജ ഉമ്മനെ കല്യാണം കഴിച്ച വെള്ളിയാഴ്ചയാണ്. ഫാത്തിമാബിയും അലിയാരും തമ്മിൽ വിവാഹം ഉണ്ടായതും വെള്ളിയാഴ്ചയാണ്. ഏറ്റവും കൂടുതൽ സ്വലാത്തിന് നല്ല ദിവസങ്ങളിൽ ഒന്ന് വെള്ളിയാഴ്ചയാണ്. മറക്കണ്ട, ഞാൻ നിങ്ങളെ ഒന്ന് മദീനയിലേക്ക് ക്ഷണിക്കുകയാണ്. മദീനയുടെ തിരുമുറ്റത്തിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം. ബിൻ നബിയിൽ മുസ്തഫ. എന്നെ കേട്ട ഉമ്മമാരോടും പെങ്ങന്മാരോടും ഞാൻ പറയട്ടെ, അള്ളാന്റെ റസൂല് ഹൃദയത്തിലുണ്ടെങ്കിൽ, അള്ളാന്റെ റസൂലിന്റെ സ്വലാത്ത് നാവിലുണ്ടെങ്കിൽ, അവൻ ഏത് സ്ഥലത്തും അള്ളാഹുവിന്റെ ഇടപെടലും മലക്കുകളുടെ പ്രൊട്ടക്ഷനും കിട്ടുന്ന ആളാണ്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ ഇത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. നിങ്ങൾക്കറിയില്ലേ, മുസ്തഫ നബിയുടെ ദത്തപുത്രനല്ലായിരുന്നു സെയ്ദ് റളിയല്ലാഹു തആല അൻഹു. ആ സെയ്ദിന് ഒരുപാട് കൂട്ടാളികളിൽ വളരെ അടുപ്പമുള്ളൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം യഥാർത്ഥത്തിൽ സെയ്ദിന്റെ കൂട്ടുകാരനല്ല, റസൂലുള്ളാഹിന്റെ ശത്രുവാണ്. മുനാഫിക്കായി മനസ്സിൽ നിങ്ങൾ വരി, ഇവിടെ ഇരിക്കണ്ടേ, അല്ല ഇങ്ങോട്ട് വരി. അവരിവിടെ ഇരിക്കണ്ടേ. ഞാൻ എൻ്റെ നിർത്തി കഴിഞ്ഞു. കസാരല്ലേ അവർക്ക്? സാറാ, ഞാൻ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. ആ ചരിത്രം മുഴുവനാക്കാൻ എനിക്ക് സമയമില്ല. നിങ്ങളെല്ലാവരും ഇനി പാട്ടിലേക്കാണ്ട് ലയിച്ചോളേ. ഞാൻ പറയാൻ ശ്രമിച്ചത് എന്താ അറിയോ? നിങ്ങൾ സംസാരിക്കല്ലേ, ഓപ്പറേറ്റർമാരാണെങ്കിലും സംസാരിക്കല്ലേ. ഓപ്പറേറ്റർമാരാണെങ്കിലും ഒച്ചത്തിൽ സംസാരിക്കരുത്, സദസ്സിൽ കീപ്പ് ചെയ്ത് സംസാരിക്കണേ. സദസ്സിൽ ആദ്യം മദബ്. ഞാൻ എല്ലാ സദസ്സിലും ഇത് പറയുന്ന ആളാണ്. ഇന്നലെ 12,500 ആൾക്കാരുണ്ടായിരുന്നു മുമ്പിൽ. മൊബൈൽ എടുത്താലും ഞാൻ പറയും, സംസാരിച്ചാലും ഞാൻ പറയും. അത്യാവശ്യത്തിന് മൊബൈൽ എടുക്കേണ്ട ആളുകളുണ്ടാവും. അല്ലാതെ എല്ലാവരും എടുത്ത് തോണ്ടാൻ നിന്നാൽ പിന്നെ പരിപാടിക്ക് വേറെ ആൾ വരണം. തോണ്ടൽ പരിപാടിയൊക്കെ പോരെ. എടുക്കരുതെന്ന് പറയുന്ന ആൾക്കാരും കാണാൻ എടുത്ത് തോണ്ടണം. ഇനി 2 കുത്തുബൻ്റെ അടിയിൽ എടുത്തിട്ട് എപ്പോഴാണ് തോണ്ടണമെന്ന് മാത്രം നോക്കിയാൽ മതി. നല്ല ഒഴിഞ്ഞ സമയമല്ലേ തോണ്ടാൻ. മജ്ലിസിലൊന്നും ഉസ്താമാർ പ്രത്യേകിച്ച് മൊബൈലെടുത്ത് തോണ്ടരുത്. അദബുകേടാണ്, മലക്കളെ ഗുരുത്തക്കേട് കിട്ടും ചിലപ്പോൾ. ആവശ്യമില്ല. അതിന് അള്ളാഹ്ക്ക് അറിയാമല്ലോ അത്യാവശ്യമാണോ അല്ലേന്ന്. അള്ളാഹ്ക്ക് അറിയാമല്ലോ. അത്യാവശ്യം അല്ലെങ്കിൽ മലക്കളുടെ ഗുരുത്തക്കേട് കിട്ടാൻ സാധിക്കും. കാരണം മജ്ലിസ്, പ്രത്യേകിച്ച് മദ്ഹിൻ്റെ റസൂലുള്ളാഹിന്റെ മജ്ലിസിൽ ഏറ്റവും പ്രധാനം പറച്ചിലും പാടലില്ല, അദബാണ്. അതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. 88 തവണയാണ് ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ എന്നുള്ളത്. 88 തവണ. അത് തുടങ്ങുന്നത് സൂറത്തുൽ ബഖറയിൽ 104 നമ്പർ ആയത്താണ്. അത് മൊത്തം അദബാണ്. അത് റസൂലുമായി ബന്ധപ്പെട്ടതുമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഖൂലൂ റാഇനാ വഖൂലൂ ഉൻദുർനാ വസ്മഊ ലിൽ കാഫിരീന അദാബുൻ അലീം. യാ അയ്യുഹല്ലദീന ആമനൂ തുടങ്ങുകയാണ്. ഇനി ഒരു യാ അയ്യുഹല്ലദീന ആമനൂ 87 തവണ ഉണ്ട്. പക്ഷെ തുടങ്ങണത് റസൂലുള്ളാഹിനെ കുറിച്ച് അദബ് പറഞ്ഞിട്ടാണ്. യാ അയ്യുഹല്ലദീന ആമനൂ. യാ അയ്യുഹല്ലദീന ആമനൂ എന്നുള്ള ലഫ്ളൊന്ന് അർത്ഥം വെക്കാൻ ചുരുങ്ങിയത് ഈ മുത്താലിമിന് ഒരു 15 മണിക്കൂർ വേണം.
ഒരു വിഷയമാണ്, അയ്യോ ഒരു വിഷയമാണ്, അല്ലദീന ആമനു മറ്റൊരു വിഷയമാണ്. സത്യം ഞാൻ വെറുതെ പറയല്ലേ, ഈ വെള്ളിയാഴ്ച രാവിലെ നിങ്ങൾ ഇരുത്തിയിട്ട് വെറുതെ പറയണോ? ഖുർആൻ അതാണ്, അർത്ഥം വെച്ച് പോകാനുള്ളതല്ല. അതിൽ ഓരോ അക്ഷരങ്ങൾ ഓരോ പ്രപഞ്ചമാണ്. ഞാൻ അപ്പം എൻ്റെ വിഷയമല്ല. ലാ തഖൂലു റായിന, എന്താണ് പറയണത്? സഹാബാക്കളിൽ ചില ആളുകൾ റസൂലുള്ളാഹിനോട് സദസ്സിൽ ഫേസ് ടു ഫേസ് കിട്ടാൻ വേണ്ടിയിട്ടും അവരെ പരിഗണിക്കാൻ വേണ്ടിയിട്ടും പറഞ്ഞിരുന്നു, റായിന, മുത്തനബിയെ റായി നിങ്ങൾ പരിഗണിക്കണം, നമ്മളിന്ന് അത് വെറും നമ്മളൊന്ന് ശ്രദ്ധിക്കണം എന്നുള്ള സ്നേഹം കൊണ്ടുള്ള സംസാരമാണ്. പക്ഷേ റായി എന്ന് ഇസ്മും ഫെയിലും ആക്കാതെ, എന്ന് പറഞ്ഞാൽ ഫെയിലും ഫായിലും ആക്കാതെ റായി നിങ്ങൾ പരിഗണിക്കണേ. അപ്പോൾ ഫെയിലും ഫായിലുമാണ്. റായിൻ എന്ന് പറഞ്ഞാൽ ഇസ്മും ഫായിലാണ്. അതിൻ്റെ അർത്ഥം ആടിനെ മേക്കുന്ന ആൾ എന്നാണ്. റസൂലുള്ളാഹിക്ക് ആദ്യകാലത്ത് പണി ആടിനെ മേക്കലായിരുന്നു. അപ്പോൾ ഇത് ജൂതന്മാർ ഇതെടുത്തിട്ട് മുതലാക്കി, റായിന ഞങ്ങളൊക്കെ ആടിനെ മേച്ച് അറിഞ്ഞ മനുഷ്യാന്നുള്ള നിങ്ങൾക്ക് അർത്ഥം വെക്കുക. ഇതറിയുന്ന അല്ലാഹു തആല ബ്ലോക്ക് ചെയ്തു. ട്രോൾ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഈ വേർഡ് ആവശ്യമില്ലാതെ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുടെ ഇടയിൽ അല്ലാഹു പറഞ്ഞു, നോ, ഇനി മേലാലത് പറയാൻ പാടില്ല. എന്നിട്ട് ഇനി പറയേണ്ട വാക്കും അല്ലാഹു സെലക്ട് ചെയ്തു. വഖൂൽ ഉൻദുർന, നിങ്ങൾ നമ്മളെ നോക്കിന്ന് പറയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എന്നാ ഉൻദുർന എന്ന് പറഞ്ഞോളി, റായിന എന്ന് പറയണ്ട. കാരണം ജൂതന്മാരെ മുതലെടുക്കുന്നുണ്ട്. തറയാണ് റസൂലുള്ളാഹിന്റെ ഖദർ. അല്ലെങ്കിലോ റായി എന്ന് പറഞ്ഞാൽ ഹിബ്രു ഭാഷയിൽ വിഡ്ഢി എന്നർത്ഥമുണ്ട്. നമ്മൾ അറബിയിൽ കുഴപ്പമില്ല, അറബിയിൽ റായി നിങ്ങൾ പരിഗണിക്കുന്ന. പക്ഷെ ഹിബ്രു ഭാഷയിലേക്ക് പോയാൽ ഇപ്പം നായാന്ന് പിന്നെ ഉറുദു പോയാൽ ബാർബർ എന്നർത്ഥം. അത് വെച്ചിട്ട് ഇപ്പം നമ്മളെ ബാർബർ ഷാപ്പ് പോയിട്ട് നായെ എൻ്റെ മുടി വന്നിട്ടെന്ന് പറഞ്ഞാൽ കൗത്തടക്കം വിട്ടൂലേ എന്ന് പറഞ്ഞാൽ റായി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പരിഗണിക്കണം എന്നർത്ഥം. പക്ഷേ ഹിബ്രു ഭാഷയ്ക്ക് പോയാൽ വിഡ്ഢി എന്നർത്ഥമുണ്ട്. അപ്പം ഇത് യൂതന്മാരെന്ന് പറയുമ്പോൾ വിഡ്ഢി എന്ന് വിളിക്കുമ്പോൾ തോന്നും അള്ളാഹ് ബ്ലോക്ക് ചെയ്തു, പറയാൻ പാടില്ല. അള്ളാഹു കാറ്റി വെച്ചാൽ മക്കാം അറിയാതെ സ്വലാത്തെല്ലിയിട്ടും പൂർണ്ണാവസ്ഥയിലെത്തൂല. ആദ്യം വേണ്ടത് റസൂലുള്ളാഹി ആരാന്ന് അറിയണം. അല്ലാതെ കുട്ടിൻ്റെ കയ്യിൽ നമ്മൾ നല്ല രത്നം കൊടുത്ത പോലെ ആവരുത്. തൊട്ടി കിടക്കുന്ന കുട്ടിൻ്റെ കയ്യിൽ രത്നം കൊടുത്തോക്കാണ് അത് തൊളയെ കണ്ടിടും. നമ്മളെ ഷുഗർ ഗുളികിൻ്റെ സ്ഥാനം പോലും ആ കുട്ടിൻ്റെ കയ്യിൽ രത്നത്തിനുണ്ടാവില്ല. എന്നാൽ അത് ഞങ്ങൾ പച്ചക്കറിയുടെ കൊണ്ട് കൊടുത്തോക്കാണ് ആൾ പറയും ഇതിന് 1 കിലോ തക്കാളി തരാൻ അറിയും, ഇത്രേ ഉള്ളൂ. പക്ഷെ അറിയുന്ന ആളെടുത്തുകൊണ്ട് കൊടുത്താക്കാണ് എൻ്റെ പേരും പറമ്പ് മൊത്തം തരാം, ഇനി പേരെന്തെങ്കിലും ഉണ്ടോ അതും തരാം, ഇത് വരുമോ നോക്കും. ഇത് അതന്നെയാണ് മുത്തനബി. മുഹമ്മദുൻ ബശറുൻ ലാക്കൽ ബശരി യാഖൂത്തുൻ ഹജറുൻ ലാക്കൽ ഹജരി. എന്നിട്ട് അതിനിപ്പോൾ ചില ആൾക്കാർ ഇന്നമാന ബഷറും മിസ്ലുക്കെന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞതിനാണ് ആൾ സാധാരണ മനുഷ്യനില്ലാന്നുള്ള തെളിവ്. അല്ലാതെ ഒരു മനുഷ്യൻ വന്നിട്ട് മനുഷ്യന്മാരോട് ഞാൻ മനുഷ്യനാന്ന് പറയണോ? ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചു. ഒരു മനുഷ്യൻ വന്നപ്പോൾ എംക്ക് എണീച്ചിട്ട് പറയാം, പിന്നെ ഞാൻ നിങ്ങളുടെ നാട്ടുകാരനായ ഒരു മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറയില്ല മരുന്നുമാർ കുടിച്ചാണെന്ന്. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമില്ലേ? ഇവിടെ ഒരു മനുഷ്യനോട് അല്ല പറയാ, ആളുകളോട് ഞാൻ മനുഷ്യനാന്ന് പറഞ്ഞാളിന്ന്. അതിൻ്റെ അർത്ഥം എന്താ? ഇത് സാധാരണ മനുഷ്യനല്ലാന്ന് ആൾക്കാരെ അള്ളയാക്കും, ആളുകൾ അള്ളയാക്കും. ഈസാ അലൈഹി സ്വലാമിനെ ആക്കിയതുപോലെ ആൾക്കാരവിടെ കാത്തുക്കുണ്ട്. അപ്പം എല്ലാവരും കൂടി പേടിക്കും. അപ്പോൾ സാധാരണ മനുഷ്യനല്ലാത്തതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. അതിനിപ്പോൾ തഫ്സീർ നോക്കണോ? തലച്ചോറിൽ ആൾപ്പാർപ്പുണ്ടായ പോരെ? എന്തായി പറഞ്ഞു വിട്ടു നിങ്ങൾ? എനിക്ക് മനസ്സിലാണില്ല. നിങ്ങളല്ല കേട്ടോ അതിൻ്റെ ആൾക്കാരോട് ചോദിക്കുന്നത്. അവിടെ ബഹുമാനപ്പെട്ട സയ്യിദ് നൂറുദ്ദീനങ്ങളുണ്ടല്ലോ, അപ്പോൾ അവരിതൊക്കെ പുറത്തേക്ക് വിടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. പറഞ്ഞാലും ഇന്നലെ 11 മഗ്‌രിബിൻ്റെ ശേഷം തുടങ്ങിയ പരിപാടി ഇന്നലെ നിന്നപ്പോൾ 11:30 മണിയാണ്. നല്ല മഴ, ഒരു മനുഷ്യൻ ഉണീച്ചു പോകണില്ല. അതാണ് മദ്ഹുൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. ഇന്നലെ അൽ ഫിർദൗസ് എന്ന ഓഡിറ്റോറിയത്തിലാണ്. ആ ഓഡിറ്റോറിയത്തിൻ്റെ ഉടമ വല്ലാതെ ഔദാര്യം കാണിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെ ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തത് എൻ്റെ മദ്ഹിൻ്റെ പ്രസംഗം കൊണ്ടാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ബർക്കത്ത് കൊടുക്കട്ടെ. 1 റുപ്യയും വാങ്ങിയിട്ടില്ല കമ്മിറ്റിക്കാരിൽ നിന്ന്, വാടക വാങ്ങിയിട്ടില്ല. അതിന് പുറമെ അദ്ദേഹം 16 റുപ്യ ഇങ്ങോട്ടും കൊടുത്തു. അങ്ങനെയൊക്കെ ഉള്ളിൽ വെക്കുന്ന ആൾക്കാരുണ്ട്. അതുണ്ട്. നമ്മൾ മദ്ഹിൻ്റെ ആളുകളാവണം. അള്ളാഹു നമ്മളൊക്കെ ആ കൂട്ടത്തിൽ പെടുത്തട്ടെ. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട മൻസൂർ ഇത് മുഴുവനാക്കാനും കൂടി പറഞ്ഞല്ലോ. അത് മദ്ഹിന്റെ നിലവാരം അറിയുന്നത് കൊണ്ടാണ്. റസൂലുള്ളാഹിന്റെ ദത്തപുത്രനായ മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിനെ ചങ്ങാത്തം കെട്ടിയിട്ട് വഞ്ചിക്കാൻ വേണ്ടി ഒരു മുനാഫിക്ക് ശ്രമിക്കട്ടോ. റസൂലുള്ളാഹിന്റെ ആൾക്കുള്ള പ്രൊട്ടക്ഷങ്ങൾ കേൾക്കണേ, നിങ്ങൾ കേൾക്കണേ. ഒരു മുനാഫിക്ക് വഞ്ചിക്കുകയാണ്, ചങ്ങാത്തം കെട്ടി ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കി. എന്നിട്ട് സയ്യിദിനോട് ഒരിക്കൽ പറഞ്ഞു, നമ്മളൊന്നിങ്ങനെ നടന്നു വരികയെന്ന് പറഞ്ഞു. യാ അല്ലാഹ്, റസൂലുള്ളാഹിനോടുള്ള എതിർപ്പുകൊണ്ട് അയാൾ ഈ പണി ചെയ്യണത്. കാരണം സയ്യിദ് റസൂലുള്ളാഹിന്റെ സ്വന്തം ആളാണ്. അപ്പം മുനാഫിക്കിൻ്റെ കൂടെ സയ്യിദ് റളിയല്ലാഹു ഇങ്ങനെ നടന്നു. ഇത് സ്വന്തം സുഹൃത്താണെന്നുള്ള കേൾക്കും. കുറേ നടന്നപ്പോൾ അയാൾ പറഞ്ഞു, നമ്മളിനി എവിടെയെങ്കിലും ഒന്ന് കുറച്ച് വിശ്രമിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാളും കൂടി ഒരു മരം ഒരു ഗുഹയുണ്ട്, അതിൻ്റെ ഇടയിലായിട്ട് ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നമ്മളൊന്ന് കിടന്നുറങ്ങാന്ന് പറഞ്ഞു മുനാഫിക്ക്.
അപ്പൊ രണ്ടാളും കൂടി കിടന്നു. മുനാഫിക്കൊട്ട് ഉറങ്ങിയില്ല, സെയ്ദ് റളിയല്ലാഹു ഉറങ്ങി. അപ്പൊ ഇയാളെ പണി എന്താ അറിയോ? ഇയാളെ കയ്യിലുള്ള കവറിൽ ഒരു കയറ് കരുതിയിട്ടുണ്ട്. ആ കയറെടുത്തിട്ട് ഉറങ്ങണ സെയ്ദിന്റെ കാലും കയ്യും ഒക്കെ ഇങ്ങോട്ട് കെട്ടിയിട്ട് മരത്തിമ്മക്ക് ഇങ്ങോട്ട് കെട്ടി അരികി. ഈ കെട്ടിയിട്ട് ഇയാൾ കയ്യിൽ കരുതിയിട്ടുള്ള വാളെടുക്കുകയാണ്. അപ്പൊ സെയ്ദ് റളിയല്ലാഹു ഉണർന്നു വെച്ചു, ലിമ തഖ്തുലിനി യാ അഖി, എൻ്റെ സുഹൃത്തെ എന്തിനാ പജിന്നെ കൊല്ലണ്? അപ്പോഴാണ് അറിയണത് ഉള്ളിൽ പത്യം പുറത്ത് കത്തിയോണെന്ന്. അവരെ അറിഞ്ഞിട്ടില്ല. ഇന്നത്തെ ലോകം അങ്ങനെ തന്നെയാണ്. കഴുത്ത് കൈയിട്ടിട്ടല്ലേ കത്തി വെക്കണ് അല്ലേ? അഫാൻ ഉമ്മാനോട് വിട്ട് സലാം പറഞ്ഞിട്ടല്ലേ കൊന്ന്? അസ്സലാമു അലൈക്കും. ആ തള്ള ജീവിച്ച അതിൻ്റെ ഭാഗ്യം കൊണ്ടല്ലേ. ഇന്ന് ചിരിച്ചിങ്ങാണ്ട് വെടിവെക്കണ കാലല്ലേ? ചിരിച്ചിങ്ങാണ്ട് വെടിവെക്ക, അതായത് ഭാവം പ്രകടിപ്പിക്കാതെ ചിരിച്ചിട്ട് ആക്രമിക്കാൻ മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ. ഒരു സിംഹം നമ്മൾ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അതിൻ്റെ കൊലത്തിൽ വരുള്ളൂ. അപ്പം നമുക്ക് മനസ്സിലാവും അത് സംഗതി ശരിയല്ല കേട്ടോ, പൊയ്ക്കോ എന്ന് പറയും. ഒരു പൂച്ച നമ്മൾ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അതിൻ്റെ ഭാവത്തിൽ വരുള്ളൂ. പക്ഷെ മനുഷ്യൻ കൊല്ലാൻ വരുമ്പോൾ അജരെ സുഖല്ല ഇതെപ്പോഴാ പൊട്ടുകയെന്ന് അറിയാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു ജീവി അള്ളാൻ്റെ അറുതിൽ മനുഷ്യൻ മാത്രമേ ഉള്ളൂ. नफरतों के तीर खाकर दोस्तों के शहर में അല്ലേ? സ്നേഹിതന്മാരുടെ നഗരത്തിൽ വിരോധത്തിൻ്റെ അമ്പാണ് ഞാൻ ഏൽക്കുന്നതെന്നാണ്. ആ കാലാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ സെയ്ദ് റളിയല്ലാഹു തആല അൻഹു കെട്ടപ്പെട്ട അവസ്ഥയിൽ കണ്ണു തുറന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ അഖീ ലിമ തഖ്തുലനി യാ അഖീ, എന്തിനു വേണ്ടിയാണ് നീ എന്നെ കൊല്ലുന്നത്? എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, നീ എന്തിനു വേണ്ടിയാണ് എന്നെ കൊല്ലുന്നത്? അതിൽ മുനാഫിക്ക് പറയാണ്, എനിക്ക് എന്നോട് ഒരു വെറുപ്പില്ല, പക്ഷേ ഇന്ന മുഹമ്മദൻ യുഹിബ്ബുക, മുഹമ്മദിന് എന്നോട് വലിയ ഇഷ്ടമാണ്. തുഹിബ്ബു, എനിക്ക് മുഹമ്മദിനോട് വലിയ ഇഷ്ടമാണ്. ഇത് നടക്കൂല, അതുകൊണ്ടാണ് പാർക്കാൻ പോണെന്ന്. ദേഷ്യം നോക്കാൻ നിങ്ങൾ. നിന്നോട് മുഹമ്മദിന് വലിയ ഇഷ്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്കാണെങ്കിലോ അദ്ദേഹത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിനോടും വലിയ ഇഷ്ടമാണ്. ഇത് ഭൂമിയിൽ നടക്കൂല ഞാനുള്ളപ്പോൾ. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശത്രു നീ ഇഷ്ടപ്പെടുന്ന മുഹമ്മദാണ് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹ്. അപ്പൊ സെയ്ദ് തങ്ങൾക്ക് മനസ്സിലായി ഇത് സോക്കട് വേറെയാണ്, അതിന് വേണ്ടിയിട്ടാണ് എന്നോട് ഫ്രണ്ട്ഷിപ്പ് കെട്ടിയെന്ന് മനസ്സിലായി. പിന്നെ സെയ്ദ് ഖൽക്കനാണ് വിട്ടു, ഖാലിക്കിലേക്കാണ്ട് തിരിഞ്ഞു. അത് വേണ്ടത്. ഖൽക്കിനെ വിട്ടുകൊണ്ട് ഖാലിക്കിലേക്ക് തിരികെയാണ്. യാ റഹ്മാൻ അഗ്സ്നി യാ റഹ്മാൻ അഗ്സ്നി യാ റഹ്മാൻ, റഹ്മാനായ അല്ലാഹ്, നീ സന്നിധിഘട്ടത്തിൽ ഒരാളും സഹായിക്കാനില്ലാത്ത ഈ സമയത്ത് എന്നെ ഒന്ന് സഹായിക്കണേ അല്ലാഹ്. ഈ കശ്മലന്റെ നികൃഷ്ട കരാള ഹസ്തങ്ങളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഇത് ഞാൻ നിർത്തിട്ടോ, നല്ലോണം ശ്രദ്ധിക്കണേ. ഇനിയുള്ളത് വിടരുത്. ഇത് സെയ്ദ് തങ്ങൾ ഗുഹക്കുള്ളിൽ വെച്ചുകൊണ്ട് കണ്ണ് മേലോട്ട് ഉയർത്തി തോർക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഉള്ളത് ഏഴാകാശത്തിൻ്റെ അപ്പുറത്ത് അർശിൻ്റെ തൂണുമ ചാരി നിൽക്കുകയാണ്. യാ അല്ലാഹ്, ഇപ്പം അടച്ചോ നമുക്കുണ്ടെങ്കിൽ എന്തിനാ പേടിക്കുന്നത്? ഏഴാകാശം. ഇവിടുന്ന് ആകാശത്തേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട്? സൂര്യനിലേക്ക് ഇവിടുന്ന് 15 കോടി കിലോമീറ്റർ ഉണ്ട്. 15 കോടി കിലോമീറ്റർ, 12 കോടി സംതിങ് ഉണ്ട്. ഏത് മൈൽസ്. അപ്പം കിലോമീറ്റർ കണക്കൂട്ടുകയാണെങ്കിൽ 15 കോടി കിലോമീറ്റർ ഉണ്ടാവും. നമ്മുടെ ഭാഷയിലല്ല, ഇന്നത്തെ മോഡേൺ സയൻസിൻ്റെ ഭാഷയിൽ. അപ്പോൾ സൂര്യൻ്റെ അവിടുന്ന് ആകാശത്തേക്ക് എത്ര ഉണ്ടാവും? മിൽക്കി വേ 40,000 കോടി നക്ഷത്രങ്ങളുടെ വ്യൂഹമാണ് ക്ഷീരപഥം. അതിലിപ്പോൾ 90% കണ്ടെത്തിയിട്ടില്ല. അതിൻ്റെ മേലെ എത്ര ആകാശങ്ങളുണ്ട്? അതിൻ്റെ മേലെയാണ് അർശ്. അപ്പം എത്ര ദൂരം അളക്കാൻ കഴിയില്ല. അവിടെ അർശിൻ്റെ തൂണുമ ചാരിക്കുമ്പോഴാണ് സെയ്ദ് റളിയല്ലാഹു ഭൂമി ചെറിയ മഞ്ചാടിക്കുരുവിൻ്റെ വലുപ്പം ഉണ്ടാവില്ല ക്ഷീരവത്തിലേക്ക് ചേർത്തിയാൽ ഭൂമി. ആ ഭൂമിയിൽ ഒരു മൂലക്ക ഗുഹൻ്റെ ഉള്ളിൽ കിടന്നിട്ട് സെയ്ദ് പഠിച്ചിട്ട് ദ്വാരക്കാണ് പടച്ചോനെ സഹായിക്കണമെന്ന്. അപ്പം അല്ലാഹ് ജിബീ ഇസ്ലാമിനോട് പറഞ്ഞു, എൻ്റെ സെയ്ദ് അവിടെ കുടുങ്ങി കിടക്കണം, ഒന്ന് അവിടെ പോയിട്ട് ഒന്ന് താങ്ങിക്കാളിന്ന് പറഞ്ഞു. എത്ര ദൂരം! ഇയാളിങ്ങോട്ട് കത്തിയെടുത്തിട്ട് അറക്കാൻ നിൽക്കുമ്പോൾ ആ ഗുഹൻ്റെ ഉള്ളിൽ പ്രകമ്പനം, മൂദേവി തൊട്ടുപോകരുത്, അനങ്ങരുത്, കൊല്ലരുത്. ഇയാളെ ഈ സൗണ്ടാണ്ട് കേട്ടപ്പോൾ ആകാണ്ട് ഞെട്ടിപ്പോയി. ആളോട്ട് കാണാനില്ല. അപ്പം ഇയാൾ കത്തിയൊക്കെ വലിച്ചിട്ട് പുറത്തിറങ്ങി. എന്നിട്ട് ഈ കാക്കാക്ക് തോന്നി വെറുതെ തോന്നിയാണ് ഈ കരന്ന്.
രണ്ടാമതും ആ പണിക്കാൻ നിൽക്കുകയാണ്. അപ്പോഴും മാറി നല്ലടാ മുദേവി, തൊട്ടുപോകരുത്. അപ്പോൾ ഇയാൾ പേടിച്ചു. പിന്നെ ഇയാൾക്ക് തോന്നി വെറുതെ കാട്ടുക, എനിക്ക് വെറുതെ തോന്നുകയാണേ കാരണം. മൂന്നാമത് പിന്നെ തോന്നുന്നല്ല, പിന്നെ കണ്ടിന്ന് കുതിരപ്പുറത്ത് ഒരാളും കണ്ട് കയറി എന്നിട്ട് കൊല്ലാൻ നിൽക്കണ ഈ മുനാഫിൻ്റെ കഴുത്തിന് ഒരൊറ്റ വെട്ട, ഇളനീര് 2 കഷ്ണം അരട്ടിയും. സെയ്ദ് തങ്ങൾ ഇതിങ്ങനെ ലൈവായി കണ്ടിട്ട് മേപ്പെട്ട് നോക്കിയല്ലേ, യാ അല്ലാഹ്. സെയ്ദ് റഹ്ലാൻ ഇങ്ങനെ നോക്കല്ലേ, ഈ വന്നത് ആരാന്നൊരു പുറത്തല്ലല്ലോ. സെയ്ദ് റഹ്ലാൻ ചോദിച്ചു, അപ്പൊ കയറൊക്കെ കഴിച്ചു കൊടുത്ത് വന്നാള്, നിങ്ങളാരാന്ന് ചോദിച്ചു. അത് ചോദിക്കണ്ടപ്പോ നിങ്ങളാരാ? ഞാൻ ജിബ്രീലാണേ, കാനത് റസൂലുള്ളാന്റെ ആളാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാന്റെ ആൾക്ക് പ്രൊട്ടക്ഷന് വേണ്ടി ജിബ്രീൽ ഉണ്ടാവുന്ന മൗത്തിന്റെ സമയത്ത് റസൂലുള്ളാക്ക് വാക്കുകൊടുത്തതാണ്, നമുക്കുണ്ടാവും. ജിബ്രീലിന് ആർക്കെങ്കിലും പ്രൊട്ടക്ഷന് കൂട്ട് കിട്ടണോ, സ്വലാത്തും അതും അധികരിപ്പിച്ചോളി, ഒരു സംശയം വേണ്ട, ഒരു സംശയം വേണ്ട. ഇത് വെള്ളിയാഴ്ചയാണ്, തുടങ്ങിക്കോളി, തുടങ്ങിയൊരു എണ്ണം കൂട്ടിക്കോളി, സുന്നത്തിൻ്റെ ആളുകളായിക്കോളി. ദാദി എന്നോടാണ് ഞാൻ പ്രതിക്കൂട്ടിലാക്കിയിട്ട് ആവർത്തിച്ച് പറയുന്നത്. പിന്നെ നിങ്ങളോടും പിരിയുമ്പോൾ ബഹുമാനത്തോടെ ഉണർത്തുകയാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ മാത്രമാണ് നമുക്ക് പ്രതീക്ഷയുള്ളത്. ഇമാമുൻ ഷാഫിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്നേഹനിധിയായ കൂട്ടാളിക്ക് മൈക്ക് കൈമാറുകയാണ്. ഈ ദുനിയാവിലാണെങ്കിലും പരലോകത്താണെങ്കിലും വ്യംഗ്യമാണെങ്കിലും വ്യക്തമാണെങ്കിലും ബാഹ്യമാണെങ്കിലും ആന്തരികമാണെങ്കിലും പടച്ചവന്റെ കാരുണ്യത്തിന്റെ കിരണങ്ങൾ ആർക്കെവിടെ കിട്ടിയോ, ഇല്ലാ വ മുഹമ്മദുൻ സബബുഹാ, അതിന്റെ കാരണക്കാരനായി പടച്ചവൻ വെച്ചിട്ടുള്ള വസീലയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സുറുല്ലരീകൽ മുസ്തഫാവ സിദ് ഇഖാമതം ബിഹി സുർതക മിൻ സാവിയൻ ഖൽബിക സിൽസാല സാൽ താഹ ഖൽബി മുദഅതൈതു അദിയന്നെ ഖാഫമാ തബഅം വിദാദി തോഹ താലിയല്ലി താലി താൽ മുത്തൊളി തിളങ്ങിടും റൗള അതിൽ നീ പാർക്ക് മങ്ങി മുങ്ങാത്തി മനേസാൽ മാഹിയോരെ പാക്ക് നഖ താഴ്വര എത്തി നിൽക്കെ ഞാൻ ഭ്രമത്തിലായി നബി തിരുത്താഹാവിൻ ചാരെ ഞാൻ എത്തിയിലായി. അള്ളാന്റെ റസൂലിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ റൂഹിന്റെ ഖിബലയാണ് മുത്തു മുസ്തഫ എന്ന തിരിച്ചറിവിന്റെ തിരുനാളം ഹൃത്തടത്തിൽ കത്തി ആ സിറാജും മുനീർ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ള ലോകത്തിന്റെ പ്രഭാകിരണങ്ങളുടെ പ്രാരംഭവും അവലംബവുമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ പ്രകാശപ്രളയമായ മുത്തു മുഹമ്മദ് മുസ്തഫ നമ്മുടെ ആത്മാവിന്റെ ലഹരിയാകണേ, നമ്മുടെ കൽബിന്റെ ഖിബലയാകണേ, നമ്മുടെ തൊണ്ടയുടെ മരുന്നാകണേ, നമ്മുടെ നാവിന്റെ മധുരമാകണേ, നമ്മുടെ ചുണ്ടിന്റെ മുദ്രാവാക്യമാകണേ. അല്ലാഹു ഈ സദസ്സും അതിന് നിമിത്തമായി സ്വീകരിക്കട്ടെ.